പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രണ്ടാമത്തെ ചാപ്റ്റർ അറേയ്സ് ആണ് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ ചാപ്റ്റർ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് വീണ്ടും ആ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക. മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കുക. ഇന്ന് പുതിയൊരു ചാപ്റ്റർ അറേയ്സ് ആണ് പറയുന്നത്. അറേ എന്ന് പറയുന്നത് ഒരുപോലെയുള്ള ഒരു കൂട്ടം ഡാറ്റകളുടെ ഒരു കൂട്ടത്തെയാണ് C++ൽ അറേ എന്ന് പറയുന്നത്. An array is a finite collection of same type of elements. അതായത് ഒരു അറേ എന്നത് ഒരേപോലെയുള്ള ഒരു കൂട്ടം ഡാറ്റകളുടെ ഒരേ തരത്തിലുള്ള ഒരു കൂട്ടം ഡാറ്റകളെയാണ് അറേ എന്ന് പറയുന്നത്. കുറേ നമ്പറുകൾ അല്ലെങ്കിൽ കുറേ ലെറ്ററുകൾ എല്ലാം ഒരേപോലെ ആയിരിക്കണം. അങ്ങനെ ഒരേപോലുള്ള ഒരേ തരത്തിലുള്ള ഒരേ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു. ഒരേ ഡാറ്റ തരത്തിലുള്ള ഒരു കൂട്ടം ഡാറ്റകളുടെ ഒരു കളക്ഷനെയാണ് അറേ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അറേയുടെ ഒരു ഡെഫിനിഷൻ എന്താണ് അറേ? An array is a collection of elements of the same type placed in contiguous memory locations. അടുത്തടുത്ത തുടർച്ചയായ മെമ്മറി ലൊക്കേഷനുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരേ തരത്തിലുള്ള ഒരു കൂട്ടം ഡാറ്റകളെയാണ് അറേ എന്ന് പറയുന്നത്. അപ്പം അടുത്തടുത്ത മെമ്മറികളിൽ റാമിൽ അടുത്തടുത്ത മെമ്മറി ലൊക്കേഷനുകളായി സൂക്ഷിച്ചിരിക്കുന്ന ഒരേ തരത്തിലുള്ള സെയിം ടൈപ്പ് ഒരു കൂട്ടം ഡാറ്റകളെയാണ് അറേ എന്ന് പറയുന്നത്. അറേ ഉപയോഗിക്കുന്നത് ഒരേ തരത്തിലുള്ള മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അറേ എന്നത് ഒരു വേരിയബിളിൽ ഒരേ തരത്തിലുള്ള ഒന്നിൽ കൂടുതൽ വിലകൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വേരിയബിളാണ് അറേ എന്നത്. അപ്പോൾ അറേ എന്നത് ഒരേ തരത്തിലുള്ള ഒരു കൂട്ടം വിലകളെ സ്റ്റോർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വേരിയബിളിൻ്റെ പേരാണ് C++ൽ അറേ എന്നത്. ഒരു അറേ എന്ന് പറഞ്ഞാൽ ഒരേ തരത്തിലുള്ള കുറേ എലമെൻറ്റുകളുടെ അല്ലെങ്കിൽ കുറേ ഡാറ്റകളുടെ ഒരു കൂട്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്നും ഒരു അറേയിൽ കുറേ എലമെൻറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ കുറേ ഡാറ്റകളുണ്ട്. ഈ അറേയിലെ ഓരോ എലമെൻറ്റിനെയും അറേയിലെ അതിൻ്റെ സ്ഥാനം പൊസിഷൻ ഉപയോഗിച്ചാണ് ആ ഡാറ്റയെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു അറേയിലെ ഓരോ ഡാറ്റകളെയും അല്ലെങ്കിൽ ഡാറ്റ എലമെൻറ്റുകളെയും ഉപയോഗിക്കുന്നതിന് ആ എലമെൻറ്റിൻ്റെ അറേയിലെ പൊസിഷൻ അറേയിലെ സ്ഥാനം ആവശ്യമാണ്. ഈ സ്ഥാനവിലയെയാണ് അറേയിലെ ഓരോ അംഗത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു അറേ എന്ന് പറയുന്നത് ഒരു കൂട്ടം ഒരേ തരത്തിലുള്ള ഡാറ്റകളുടെ ഒരു കളക്ഷനാണ്. ഈ കളക്ഷനിൽ ഓരോ ഡാറ്റകളുടെയും സ്ഥാനത്തെ അറേയിലെ പൊസിഷൻ അതിനെയാണ് ആ അറേ എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഒരു അറേയിലെ ഓരോ എലമെൻറ്റിൻ്റെയും പൊസിഷൻ അറേയിലെ സ്ഥാനത്തെയാണ് അറേ ഇൻഡെക്സ് അല്ലെങ്കിൽ അറേ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അറേയുടെ ആവശ്യം എന്താണെന്ന് നോക്കാം. C++ പ്രോഗ്രാമിൽ അറേ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ആണിനി പറയുന്നത്. വൈ ഡു വി നീഡ് അറേയ്സ്? എന്തിനാണ് നമുക്ക് അറേകൾ ഉപയോഗിക്കുന്നത്?
എന്തിനാണ് നാം അറേകൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നു. ഇത് സാധാരണ C++ പ്രോഗ്രാമിൽ ഇൻപുട്ട് ഡാറ്റയും ഔട്ട്പുട്ട് ഡാറ്റയും സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി വേരിയബിളുകൾ ഉപയോഗിക്കുന്നു. പക്ഷേ ഒരു വേരിയബിളിൽ ഒരു സമയം ഒരു വില മാത്രമേ സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഒരു വേരിയബിളിൽ ഒരു സമയം ഒരു ഡാറ്റ മാത്രമേ സൂക്ഷിക്കാൻ കഴിയുള്ളൂ. അതിലേക്ക് പുതിയൊരു ഡാറ്റ അല്ലെങ്കിൽ പുതിയൊരു വില നൽകിയാൽ പഴയ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പഴയ ഡാറ്റ അല്ലെങ്കിൽ പഴയ വില നഷ്ടപ്പെടുകയും പുതിയ വില ആ സ്ഥാനത്തെത്തുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കെങ്ങനെയാണ് ഒരു പ്രോഗ്രാമിൽ എവിടെയാണ് അറേയുടെ ഉപയോഗം എന്ന് പറയുന്നതെന്ന് നോക്കാം. ഒരു പ്രോഗ്രാമിംഗ് സിറ്റുവേഷൻ എടുക്കുക. ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ മാർക്ക്, ഒരു വിഷയത്തിൽ കിട്ടിയ മാർക്ക്, ആ മാർക്കിൻ്റെ ശരാശരി ആവറേജ് കാണുന്നതിന് വേണ്ടി ഒരു C++ പ്രോഗ്രാം എഴുതണമെന്ന് കരുതുക. ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ അല്ലെങ്കിൽ ആ ക്ലാസ്സിലെ മൊത്തം കുട്ടികൾക്കും ഒരു വിഷയത്തിൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ, അക്കൗണ്ടൻസിയിലോ ബിസിനസ്സിലോ, ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലാണെങ്കിൽ 65 പേരുണ്ട്. ഈ 65 പേർക്കും അക്കൗണ്ടൻസിയിൽ അല്ലെങ്കിൽ ബിസിനസ്സിലോ കിട്ടിയ മാർക്കുകൾ ഇൻപുട്ട് ചെയ്യണം. അപ്പോൾ നമുക്കവിടെ 65 ഇൻപുട്ടുണ്ട്. ആ ഇൻപുട്ടുകളെല്ലാം തന്നെ സംഖ്യകളാണ്. മാർക്ക് എന്ന് പറയുമ്പോൾ, സ്കോർ എന്ന് പറയുമ്പോൾ അത് സംഖ്യകളാണ്. അപ്പോൾ ഒരു ക്ലാസ്സിലെ 20ഓ 60ഓ കുട്ടികളുടെ ഒരു വിഷയത്തിൽ കിട്ടിയ മാർക്കിൻ്റെ ശരാശരി കാണുന്നതിന് വേണ്ടി ഒരു C++ പ്രോഗ്രാം എഴുതുകയാണെന്ന് കരുതുക. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? പ്രോഗ്രാമിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 60 കുട്ടികൾക്കും ആ വിഷയത്തിൽ കിട്ടിയ മാർക്ക്, അതായത് 60 മാർക്കുകൾ, 60 സംഖ്യകളാണ് ഇൻപുട്ടായിട്ട് ഈ പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്യുന്നത്. 60 കുട്ടികളുടെ മാർക്ക് എന്ന് പറയുമ്പോൾ 60 സംഖ്യകൾ വരും, 60 നമ്പറുകൾ വരും. ഈ 60 നമ്പറുകളും ഇൻപുട്ടായി എടുത്താൽ പ്രോഗ്രാം 60 ഇൻപുട്ട് എടുക്കുന്നു. ഈ 60 ഇൻപുട്ട് കൊടുത്താൽ അതിൻ്റെ ശരാശരി, അതായത് 60 മാർക്കുകളും കൂട്ടി അതിൻ്റെ തുകയെ 60 കൊണ്ട് ഹരിച്ച് കിട്ടുന്ന ഒന്നാണ് ശരാശരി. ക്ലാസ്സിലെ കുട്ടികളുടെ ശരാശരി ആ വിഷയത്തിൽ കിട്ടിയ മാർക്ക് എന്നുള്ളത്. അപ്പോൾ 60 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഉള്ള പ്രോഗ്രാമാണ് എഴുതുന്നത്. ഈ പ്രോഗ്രാമിൽ സാധാരണ നമ്മൾ 60 കുട്ടികളുടെ മാർക്കുകൾ സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരുന്നു. 60 കുട്ടികളുടെ മാർക്കുകൾ ഇൻപുട്ടായിട്ട് പ്രോഗ്രാം സ്വീകരിക്കുന്നു. 60 മാർക്കുകൾ അല്ലെങ്കിൽ 20 കുട്ടികളുടെ മാർക്കുകൾ, എത്രയാണോ ക്ലാസ്സുള്ളത്. ഇവിടെ നിങ്ങളുടെ പുസ്തകത്തിൽ, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന 20 കുട്ടികളുടെ 20 കുട്ടികൾ എന്നുള്ളൊരു കേസാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 20 കുട്ടികളുടെ മാർക്കുകൾ സ്വീകരിക്കുന്നു. ഈ 20 മാർക്കുകൾ പ്രോഗ്രാമിൽ എങ്ങനെ സൂക്ഷിക്കും? ഈ 20 കുട്ടികളുടെയും മാർക്ക് സൂക്ഷിക്കാൻ നിലവിലുള്ള ഒരു സംവിധാനം 20 വേരിയബിളുകൾ ഡിക്ലെയർ ചെയ്യും. ഒരു വേരിയബിളിന് ഒരു വിലയെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു വില മാത്രമേ ഒരു സമയം സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഒരു ഇൻപുട്ട് മാത്രമേ ഒരു വേരിയബിളിൽ സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ 20 ഇൻപുട്ട്, 20 കുട്ടികളുടെ മാർക്കും ഇൻപുട്ടായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ 20 സംഖ്യകൾ ഇൻപുട്ടായിട്ട് സ്വീകരിക്കണം, അത് സൂക്ഷിക്കണം. 20 സംഖ്യകൾ, 20 നമ്പറുകൾ സൂക്ഷിക്കാൻ നമുക്ക് നിലവിൽ മറ്റു വഴികളൊന്നുമില്ല. 20 വേരിയബിളുകൾ വേണമെങ്കിൽ ഡിക്ലെയർ ചെയ്യാം. 20 വേരിയബിളുകൾ ഉപയോഗിച്ച് 20 കുട്ടികളുടെ മാർക്കും 20 വേരിയബിളുകളിൽ സൂക്ഷിക്കാം, സ്റ്റോർ ചെയ്യാം. അങ്ങനെ 20 കുട്ടികളുടെ മാർക്കും 20 വ്യത്യസ്ത വേരിയബിളുകളിൽ സൂക്ഷിക്കുമ്പോൾ ഈ തന്നിരിക്കുന്നത് പോലെ A, B, C, D, ഒന്നാമത്തെ കുട്ടിയുടെ മാർക്ക് A എന്ന വേരിയബിളിലും, രണ്ടാമത്തെ കുട്ടിയുടെ മാർക്ക് B എന്ന വേരിയബിളിലും, മൂന്നാമത്തെ കുട്ടിയുടെ മാർക്ക് C എന്ന വേരിയബിളിലും, അങ്ങനെ 20ാമത്തെ കുട്ടിയുടെ മാർക്ക് T എന്ന വേരിയബിളിലും സൂക്ഷിക്കുന്നു. ഇനി ഇവയെല്ലാം കൂടെ കൂട്ടി അതിനെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ A+B+C+D+E
എക്സെട്ര പ്ലസ് ടി ഡിവൈഡഡ് ബൈ 20 ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ കാണുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട്, അതായത് ഈ കുട്ടികളുടെ മൊത്തം ശരാശരി മാർക്ക്, എല്ലാവരുടെയും ശരാശരി, ആ ക്ലാസ്സിലെ ശരാശരി മാർക്ക് എത്രയാണെന്ന് കിട്ടുന്നു. ഈ പ്രോഗ്രാം 20 വേരിയബിളുകൾ ഉപയോഗിക്കുമ്പോൾ ഈ രീതിയിലാണ്. എന്നാൽ 1000 കുട്ടികളുടെ ഒരു വിഷയത്തിൽ കിട്ടിയ മാർക്കിൻ്റെ ശരാശരിയാണ് ഇപ്രകാരം കാണേണ്ടതെന്ന് കരുതുക. ഇവിടെ 20-ന് പകരം നമ്മൾ 1000 കുട്ടികളുടെ ഒരു വിഷയത്തിൽ കിട്ടിയ മാർക്ക്, 1000 അല്ലെങ്കിൽ 100. അപ്പോൾ കുട്ടികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പ്രോഗ്രാമിൽ വേരിയബിളുകളുടെ എണ്ണവും കൂട്ടേണ്ടി വരും. നേരത്തെ 20 കുട്ടികളുടെ മാർക്ക് സൂക്ഷിക്കാൻ 20 വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 100 1000 കുട്ടികളാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 1000 കുട്ടികളാണ്, 1000 കുട്ടികളുടെ ശരാശരി മാർക്കാണ് കാണേണ്ടത് എങ്കിൽ 1000 കുട്ടികളുടെയും മാർക്ക് സൂക്ഷിക്കാൻ 1000 വേരിയബിളുകൾ ആവശ്യമായിട്ട് വരും. 1000 വേരിയബിളുകൾ. അപ്പോൾ ഇതുപോലെയല്ല ABCD അങ്ങനെ പറഞ്ഞ് 1000 വേരിയബിളുകൾ നമ്മൾ ഡിക്ലെയർ ചെയ്യണം ഇതുപോലെ. എന്നിട്ട് ആ വേരിയബിളുകളുടെ തുക കാണണം, അതിനെ 1000 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലെ കുട്ടികളുടെ ശരാശരി ആ വിഷയത്തിൽ കിട്ടിയ മാർക്ക്, അതായത് ഔട്ട്പുട്ട്, ആവറേജ് എന്നുള്ള ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. ഇനി ഈ പ്രോഗ്രാമിലൊരു പ്രശ്നം എന്താണ്? ഡാറ്റ ഇൻപുട്ടിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഡാറ്റ കൂടുന്തോറും പ്രോഗ്രാം മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോഗ്രാം കൈകാര്യം ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടാകുന്നു, പ്രയാസമാകുന്നു. എങ്ങനെയാണ് അത്? കാരണം ഇൻപുട്ട് ഡാറ്റകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് ആ ഓരോ ഇൻപുട്ടും സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിളുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരുന്നു. 20 വേരിയബിളുകൾ ഉണ്ടായിരുന്ന പ്രോഗ്രാമിൽ 20 കുട്ടികളുടെ മാർക്ക് സ്റ്റോർ ചെയ്യാൻ, മാർക്ക് ശരാശരി മാർക്ക് കാണാൻ 20 വേരിയബിളുകൾ ഉപയോഗിച്ചെങ്കിൽ ആ കുട്ടികളുടെ എണ്ണം 1000-ഓ 100-ഓ ആകുമ്പോൾ അത്ര തന്നെ വേരിയബിൾസ് നമുക്ക് പ്രോഗ്രാമിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു. എത്ര കുട്ടികളുടെ മാർക്കാണോ സ്റ്റോർ ചെയ്യേണ്ടത് അത്രയും വേരിയബിളുകൾ പ്രോഗ്രാമിൽ, വ്യത്യസ്ത അല്ലെങ്കിൽ പേരുകളുള്ള വേരിയബിൾ, ഒരു വേരിയബിളിൻ്റെ പേര് മറ്റൊരു വേരിയബിളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുകയും വേണം. എല്ലാ വേരിയബിൾക്കും കൂടെ ഒരു പേര് പറ്റുകയില്ല. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് ഇൻപുട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന പ്രോഗ്രാമുകളിൽ അല്ലെങ്കിൽ ഇൻപുട്ട് ഡാറ്റ കൈകാര്യം ചെയ്യുന്ന പ്രോഗ്രാമുകളിൽ ആ ഇൻപുട്ടുകളെ എല്ലാം സൂക്ഷിക്കുന്നതിന് ഒരുപാട് വേരിയബിളുകൾ ഉപയോഗിച്ചാൽ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു കേസിൽ 20 കുട്ടികളുടെ 1000 കുട്ടികളുടെ മാർക്ക് ശരാശരി മാർക്ക് കാണണം ഒരു വിഷയത്തിൽ കിട്ടിയ. അപ്പോൾ 1000 വേരിയബിൾ നമ്മൾ 1000 കുട്ടികളുടെ മാർക്ക് സൂക്ഷിക്കാൻ വേണ്ടി, ഓരോ കുട്ടിയുടെയും മാർക്ക് സൂക്ഷിക്കാൻ ഓരോ വേരിയബിൾ എന്ന കണക്കിൽ 1000 കുട്ടികളുടെ മാർക്ക് സൂക്ഷിക്കാൻ 1000 വേരിയബിൾസ് ഇതുപോലെ നമ്മൾ പ്രോഗ്രാമിൽ നിരത്തി ഡിക്ലെയർ ചെയ്യേണ്ടി വരും, ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഈ വേരിയബിളുകളുടെ എല്ലാം പേര് ഓർത്തെടുക്കുക. എല്ലായ്പ്പോഴും ആ വേരിയബിളിലുള്ള ഡാറ്റ ആക്സസ് ചെയ്യണമെങ്കിൽ, ഉപയോഗിക്കണമെങ്കിൽ, ഓരോ കുട്ടിയുടെ മാർക്ക് കിട്ടണമെങ്കിൽ ആ വേരിയബിളിൻ്റെ പേര്, ആ കുട്ടിയുടെ മാർക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്ന, സൂക്ഷിച്ചിരിക്കുന്ന വേരിയബിളിൻ്റെ പേര് പ്രോഗ്രാമർ ഓർത്തിരിക്കണം. അപ്പോൾ ഇങ്ങനെ വേരിയബിളുകളുടെ എണ്ണം കൂടുന്തോറും, ഇൻപുട്ട് ഡാറ്റയുടെ എണ്ണം കൂടുന്തോറും വേരിയബിളിൻ്റെ എണ്ണം കൂട്ടേണ്ടതായിട്ട് വരുന്നു. ആ ഇൻപുട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഇൻപുട്ട് വേരിയബിളുകളുടെ എണ്ണം കൂട്ടേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ വേരിയബിളുകളുടെ എണ്ണം കൂടുന്തോറും ഡാറ്റ അല്ലെങ്കിൽ പ്രോഗ്രാം കൂടുതൽ പ്രയാസമുള്ളതും സങ്കീർണമാകുന്നു, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്നു. കാരണം ആ വേരിയബിളുകളുടെ എണ്ണം 1000 കുട്ടികളുടെ മാർക്ക് സ്റ്റോർ ചെയ്യാൻ 1000 വേരിയബിളുകൾ ഉപയോഗിക്കുമ്പോൾ ഈ 1000 വേരിയബിളുകളുടെയും പേര് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ആ പ്രോഗ്രാം മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വേരിയബിളുകളെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത്, അപ്പോൾ ഇൻപുട്ട് ഡാറ്റയുടെ എണ്ണം കൂടുന്തോറും, ഡാറ്റയുടെ എണ്ണം അഥവാ ഇൻപുട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ കൈകാര്യം ചെയ്യുന്ന ഡാറ്റയുടെ എണ്ണം കൂടുന്തോറും ആ പ്രോഗ്രാമിൽ വേരിയബിളുകളുടെ എണ്ണം, ഉപയോഗിക്കുന്ന ഇൻപുട്ട് വേരിയബിളുകൾ അല്ലെങ്കിൽ വേരിയബിളുകളുടെ എണ്ണം കൂടുന്നു. അങ്ങനെ ധാരാളം വേരിയബിളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാം, നമ്മൾ ഇതുവരെ കണ്ട C++ പ്രോഗ്രാമുകളെല്ലാം 1-2 ഇൻപുട്ട് വേരിയബിളുകൾ, പരമാവധി 3 ഇൻപുട്ട് വേരിയബിളുകളാണ്, 3 ഇൻപുട്ട് ഡാറ്റ ഉണ്ടാവും, അതിന് 1-2 ഔട്ട്പുട്ടും ഉണ്ടാവും. അത്തരം പ്രോഗ്രാമുകളിൽ ഈ പ്രശ്നം വരുന്നില്ല. എന്നാൽ എവിടെയാണ് പ്രശ്നമാകുന്നത്? ഒന്നിൽ കൂടുതൽ ഇത്തരത്തിലുള്ള ഒരു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെയും
ടോട്ടൽ മാർക്ക് അല്ലെങ്കിൽ ശരാശരി മാർക്ക് കാണുക. അപ്പോൾ 100 ആയിരക്കണക്കിന് കുട്ടികളുണ്ടെങ്കിൽ അങ്ങനത്തെ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലാണ് C++ൽ അറേ നമുക്ക് വേരിയബിൾ ഉപയോഗിക്കുന്നത് പ്രയാസമായിട്ട് വരും. കാരണം 100 ആയിരക്കണക്കിന് കുട്ടികളുടെ ഓരോ കുട്ടിയുടെയും മാർക്ക് ഒരു വേരിയബിളിൽ എന്ന ക്രമത്തിൽ സൂക്ഷിച്ചാൽ മൊത്തം കുട്ടികളുടെ 100 1000 വരുന്ന കുട്ടികളുടെ മാർക്ക് സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ സൂക്ഷിക്കാൻ 100 1000 വേരിയബിളുകൾ തന്നെ വേണ്ടി വരും. അപ്പോൾ അത്രയും വേരിയബിളുകൾ സൂക്ഷിക്കുകയും അവയെ കൈകാര്യം ചെയ്യുകയും ഒരു പ്രോഗ്രാമറെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണമായ ഒന്നാണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അത്തരം സാഹചര്യങ്ങളിലാണ് നമുക്ക് അറേ എന്ന് പറയുന്നൊരു തരം വേരിയബിൾ ഉപയോഗപ്പെടുന്നത്. ഈ അറേ എന്നത് നേരത്തെ പറഞ്ഞു, ഒരേ തരത്തിലുള്ള ഒരു കൂട്ടം ഡാറ്റകളെയാണ് അല്ലെങ്കിൽ ഡാറ്റകളുടെ ഒരു കൂട്ടത്തെയാണ്, ഒരേ തരത്തിലുള്ള ഡാറ്റകളുടെ ഒരു കൂട്ടത്തെയാണ് ഒരു അറേ എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരേ തരത്തിലുള്ള ഒരു കൂട്ടം ഡാറ്റകളെ ഒരൊറ്റ വേരിയബിളിൽ സൂക്ഷിച്ചിരിക്കുന്ന സംവിധാനമാണ് അറേ എന്നത്. ഒരേപോലുള്ള ഒരു കൂട്ടം ഡാറ്റകളെ ഒരൊറ്റ വേരിയബിളിൽ സൂക്ഷിക്കാനുള്ള സൗകര്യമാണ് C++ൽ അറേ ഒരുക്കുന്നത്. ഇനി അറേ എന്നത് നേരത്തെ നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്റർ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിൽ ഡാറ്റ ടൈപ്പുകളെ കുറിച്ച് പറഞ്ഞു. പ്രധാനമായിട്ടും C++ൽ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പുകളുണ്ടെന്നും ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പുകളുണ്ടെന്നും അതുപോലെ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്നിങ്ങനെ മൂന്നായി തിരിക്കാം C++ലെ ഡാറ്റ ടൈപ്പുകളെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ 5 ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പുകളാണ് നിങ്ങൾ പഠിച്ചത്. ക്യാർ, ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. ഈ 5 ഡാറ്റ ടൈപ്പുകളാണ്. ഇതെല്ലാം C++ ലാംഗ്വേജിൽ ഓൾറെഡി ഉള്ള ബിൽട്ട് ഇൻ ഡാറ്റ ടൈപ്പുകളാണെന്നും പറഞ്ഞു. എന്നാൽ ഇവിടെ അറേ എന്നത് ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അറേ C++ൻ്റെ ഒരു അടിസ്ഥാന ഡാറ്റ ടൈപ്പ് അല്ല, അതൊരു ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പ് അല്ല. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പുകൾ 5 ക്യാർ, ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. ഇത്രയാണ് C++ലുള്ള അടിസ്ഥാനമായിട്ടുള്ള ഡാറ്റ ടൈപ്പുകൾ. എന്നാൽ ഈ അടിസ്ഥാനമായിട്ടുള്ള 5 ഡാറ്റ ടൈപ്പുകളെ അവയിൽ ചില മാറ്റങ്ങൾ വരുത്തി ആ ഡാറ്റ ടൈപ്പുകളുടെ സൈസിലും അല്ലെങ്കിൽ ആ ഡാറ്റ ടൈപ്പുകളുടെ തരത്തിലും അതിൻ്റെ സൈസിലും ചില ചെറിയ മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഡാറ്റ ടൈപ്പാണ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പുകൾ എന്നില്ല. അത്തരത്തിലുള്ള ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ് അറേ എന്നത്. സോ അറേ ഈസ് എ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാർ, ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ എന്നിവയെല്ലാം തന്നെ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ അടിസ്ഥാന ഡാറ്റ ടൈപ്പുകളാണ് C++ൽ. ഈ അടിസ്ഥാന ഡാറ്റ ടൈപ്പുകളിൽ നിന്നും അവയുടെ സൈസിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി, ചെറിയ മാറ്റങ്ങളെന്നല്ല, അവയെല്ലാം കൂട്ടിച്ചേർത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു പുതിയ ഡാറ്റ ടൈപ്പാണ്, ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ്. സോ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ് അറേ എന്നത്. സോ an array is a derived data type which is derived from the 5 fundamental data types. നിലവിലുള്ള 5 ഫണ്ടമെൻ്റൽ ഡാറ്റ C++ലെ 5 ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പുകളായിട്ടുള്ള ക്യാർ, ഇൻ, ഫ്ലോട്ട്, ഡബിൾ എന്നിവയെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തതാണ്. അവയുടെ ഒരു എക്സ്പാൻഷനാണ് ഈ അറേ എന്ന ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ് അറേ എന്നത്. ഇനി നമുക്ക് ഒരു അറേ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത എപ്പോഴാണ് പ്രോഗ്രാമിൽ? ഒന്നിൽ കൂടുതൽ ഡാറ്റകൾ ഒരു പ്രോഗ്രാമിൽ ഇൻപുട്ട് വരുമ്പോൾ ആണ് നമ്മൾ ഒരു അറേ ഉപയോഗിക്കുന്നത്. ആ ഇൻപുട്ടുകളെല്ലാം കൂടെ ഒരൊറ്റ വേരിയബിളിൽ സൂക്ഷിക്കുന്നു. അതിനുള്ള സംവിധാനമാണ് അറേ ഒരുക്കുന്നത്. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ വിലകളെ അല്ലെങ്കിൽ ഡാറ്റകളെ ഒരൊറ്റ വേരിയബിളിൽ സൂക്ഷിക്കുക വഴി നമുക്ക് പ്രോഗ്രാം മാനേജ് ചെയ്യാൻ, നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വേരിയബിൾ ഉള്ളപ്പോൾ ആ പ്രോഗ്രാം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ വേരിയബിളുകളുടെ എല്ലാം പേര് ഓർത്തിരിക്കണം, എപ്പോഴെല്ലാം ആ ഡാറ്റകൾ പ്രിൻ്റ് ചെയ്യണം അല്ലെങ്കിൽ ആ ഡാറ്റകളെ പ്രോസസ്സ് ചെയ്യണം, അപ്പോഴെല്ലാം ആ ഡാറ്റകൾ സൂക്ഷിച്ചിരിക്കുന്ന വേരിയബിളുകളുടെ പേര് നമ്മൾ ഓർത്തിരിക്കണം, പ്രോഗ്രാമർ ഓർത്തിരിക്കണം.
ഓർത്തിരിക്കുക മാത്രമല്ല ആ വേരിയബിളുകൾ ഓരോന്നിൻ്റെയും പേര് എഴുതേണ്ടി വരും. അപ്പോൾ 1 or 2 വേരിയബിൾ ഉള്ളപ്പോൾ കുഴപ്പമില്ല. പക്ഷേ 100 or 1000 ഡാറ്റ അല്ലെങ്കിൽ വേരിയബിൾ ഉള്ളപ്പോൾ ഇതുപോലെ ഈ ഒരു സംവിധാനം പ്രയാസമാണ്. പ്രോഗ്രാമറെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രാം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ അതിനൊരു പരിഹാരമാണ് അറേ എന്നുള്ള ഡാറ്റ ടൈപ്പ്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. അറേ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലാണ് ഒരു പ്രോഗ്രാമിൽ സാധാരണ C++ൽ അറേ ഉപയോഗിക്കുന്നത്. എപ്പോഴെല്ലാം നമുക്ക് ഒരേ തരത്തിലുള്ള ഒന്നിൽ കൂടുതൽ ഡാറ്റകൾ ഒരു പ്രോഗ്രാമിൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നുവോ അപ്പോഴെല്ലാം അറേ ഉപയോഗിക്കുന്നു. ഇനി ഒരു അറേ എന്ന് പറയുന്നത് ഒരു കൂട്ടം ഒരേ തരത്തിലുള്ള ഡാറ്റകളെയാണ് അറേ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ഈ ഒരു അറേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് സെയിം ഡാറ്റ ടൈപ്പ്. ആ കളക്ഷൻ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്, അതായത് നിശ്ചിതമാണ്, അനിശ്ചിതമല്ല. അതുകൂടി പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ ഈ അറേയുടെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ആൻ അറേ ഈസ് എ ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് ഹോമോജീനിയസ് ഡാറ്റ ഐറ്റംസ്. ഹോമോജീനിയസ് മീൻസ് സെയിം ടൈപ്പ്, ഒരേ തരത്തിലുള്ള ഒരു കൂട്ടം ഡാറ്റകളുടെ ഒരു കളക്ഷനാണ് അറേ എന്ന് പറയുന്നത്. ഇനി ഒരു അറേയിൽ ഡാറ്റകൾ, ആ അറേയിലെ സൂക്ഷിച്ചിരിക്കുന്ന അറേ എലമെൻറ്റ്സ്, അതായത് ഒരു അറേ എന്ന് പറയുന്ന കളക്ഷൻ ഓഫ് ഡാറ്റയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അറേ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നിങ്ങളൊക്കെ ഇപ്പോൾ ഒരു സ്കൂളിൽ കൊണ്ടുവരുന്ന ബാഗ്, നിങ്ങൾ പുസ്തകം, ബോക്സ്, പിന്നെ അതുപോലെ കൊട, നിങ്ങളുടെ ടിഫിൻ ബോക്സ് എല്ലാം നിങ്ങൾ ആ ബാഗിനകത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഇതെല്ലാം കൂടെ നേരെ മറിച്ച് നിങ്ങളിത് ഇല്ലായിരുന്നെങ്കിൽ, ബാഗോ അല്ലെങ്കിൽ അതിനുള്ളൊരു സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളിതെല്ലാം കയ്യിൽ പിടിക്കേണ്ടി വരും. അപ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് തന്നെയാണ് ഇവിടെ അറേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ബാഗ് നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുന്നു അതുപോലെയാണ് പ്രോഗ്രാമിൽ അറേ ഉപയോഗിക്കുന്നത്. ഒന്നിൽ കൂടുതൽ ഡാറ്റകൾ എടുത്തു വയ്ക്കാൻ, സ്റ്റോർ ചെയ്യാനുള്ളൊരു സൗകര്യമാണ് അറേ ഒരുക്കുന്നത്. ഒരു ബാഗിൽ നിങ്ങൾക്ക് എത്ര പുസ്തകങ്ങൾ വേണമെങ്കിലും വയ്ക്കാം, ആ ബാഗിൽ കൊള്ളുന്ന അത്രയും പുസ്തകങ്ങൾ. അതുപോലെ ഒരു അറേക്കും ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി അത് നമ്മൾ പിന്നീട് പറയും. ആ കപ്പാസിറ്റി അനുവദിക്കുന്ന അത്രയും കാര്യങ്ങൾ, ബാഗിൻ്റെ വലിപ്പം അനുസരിച്ച് ആ ബാഗിന് അനുവദനീയമായിട്ടുള്ള അത്രയും പുസ്തകങ്ങളും സാധനങ്ങളും ബാഗിനകത്ത് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാഗ്, ആ പുസ്തകങ്ങളെല്ലാം കൂടെ നമ്മൾ ഒന്നിച്ച് കയ്യിൽ പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അല്ലെങ്കിൽ അത്രയും കുടയും എല്ലാം കൂടെ നമുക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാമെന്ന് പറയുന്നത് പ്രയാസമാണ്. എന്നാൽ അത് എല്ലാം കൂടെ ഒരു ബാഗിലാക്കുമ്പോൾ ബാഗ് തോളത്തെടുത്തിട്ടാൽ ബാഗ് അടച്ച് വെച്ചിരുന്നാൽ എല്ലാം ഭദ്രമാണ്. നമുക്ക് അത് സ്കൂളിലേക്ക് നിങ്ങൾ പോകുമ്പോഴും സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ നിങ്ങൾ ആ പുസ്തകങ്ങൾ കേടുകൂടാതെ ആ ബാഗിനുള്ളിലിരിക്കും. ഇതുപോലെയാണ് അറേയും പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന വഴി. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഡാറ്റകൾ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ C++ പ്രോഗ്രാമിൽ നമുക്ക് അറേ അവസരമൊരുക്കുന്നു. ഇനി ഒരു അറേ എന്നത് ഒരു കൂട്ടം ഒരേ തരത്തിലുള്ള ഡാറ്റകളുടെ കൂട്ടത്തെയാണെന്ന് പറയും. ഒരേ തരത്തിലുള്ള ഒരു കൂട്ടം ഡാറ്റകളെ കളക്ഷൻ ഓഫ് ഡാറ്റ ഐറ്റംസ് ഓഫ് സെയിം ടൈപ്പ് ഈസ് കോൾഡ് ആൻ അറേ. ഒരു അറേയിലെ ഓരോ അംഗങ്ങളും അടുത്തടുത്ത മെമ്മറി ലൊക്കേഷനുകളിലാണ് സ്റ്റോർ ചെയ്യുക. അതാണ് ഒരു അറേയെ സംബന്ധിച്ച് ഒരു വേരിയബിളും അറേയും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം. ഒരു അറേ എന്നൊരു വേരിയബിൾ എന്നത് ഒരു ഒറ്റ ഡാറ്റ, ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു ലെറ്റർ, അത്തരത്തിൽ ഏതെങ്കിലും ഒരു സിംഗിൾ ഡാറ്റ സ്റ്റോർ ചെയ്യാനേ ഒരു വേരിയബിളിന് കഴിയൂ. അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻറ്റ് ഒരു വേരിയബിൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു കേസ് നോക്കുക. ഇവിടെ AVG എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ഇതൊരു സിംഗിൾ വേരിയബിളാണ്. ഇതിൽ അറ്റ് എ ടൈം ഒരു വാല്യൂ നമുക്ക് ഇതിൽ ഒരു സമയം സൂക്ഷിക്കാൻ പറ്റില്ല. AVG = 3 അങ്ങനെ കൊടുക്കാം. വീണ്ടും നമ്മൾ പുതിയൊരു വാല്യൂ AVG = 5 അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ പഴയ 3 ആ മെമ്മറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന പഴയ വാല്യൂ നഷ്ടപ്പെടുകയും പുതിയ വാല്യൂ അവിടെ ആ സ്ഥാനത്ത് വരികയും ചെയ്യും. അപ്പോൾ ഒരു സമയം നമുക്ക് C++ൽ ഒരു സാധാരണ വേരിയബിൾ അറ്റ് എ ടൈം
ഒറ്റ വില മാത്രമേ സൂക്ഷിക്കാൻ പറ്റൂ. എന്നാൽ ഇതിന് പകരം ഒന്നിൽ കൂടുതൽ വിലകൾ സൂക്ഷിക്കാൻ കഴിയുന്നൊരു ഡാറ്റ ടൈപ്പാണ് അറേ എന്നത്. അപ്പോൾ അതാണ് വാരിയബിൾ അറേയും തമ്മിലുള്ളൊരു വ്യത്യാസം. മറ്റൊരു വ്യത്യാസം, ഒരു വാരിയബിളിന് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി റാൻഡം ആണ്. അതായത് ഒരു വാരിയബിൾ എന്ന് പറയുമ്പോൾ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി ലൊക്കേഷനാണ്. അപ്പോൾ ഇതിന് ആ ഡാറ്റയ്ക്ക് അല്ലെങ്കിൽ ആ വാരിയബിളിന് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി എന്നത് സാധാരണ C++ൽ ഒരു വാരിയബിളിന് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി റാമിൽ റാൻഡംലി എവിടെയും ആകാം. എന്നാൽ ഒരു അറേ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് സെയിം ടൈപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേ തരത്തിലുള്ള ഒരു കൂട്ടം എലിമെൻറ്റുകളെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്, ഒരു കൂട്ടം ഡാറ്റകളെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു വാരിയബിളാണ് C++ൽ അറേ എന്നത്. അതുകൊണ്ട് തന്നെ ഒരു അറേയിലെ അംഗങ്ങളെല്ലാം അല്ലെങ്കിൽ അറേയിലെ ഡാറ്റകളെല്ലാം തന്നെ അടുത്തടുത്ത മെമ്മറി തുടർച്ചയായുള്ള മെമ്മറി ലൊക്കേഷനുകളിലാണ് റാമിൽ സ്റ്റോർ ചെയ്യുന്നത്. സോ ഒരു അറേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഇപ്പോൾ പറഞ്ഞ കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് നമുക്ക് അറേയുടെ നിർവചനം ഒന്നുകൂടി ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു നിർവചനം എന്ന് പറയുന്നത് അറേയുടെ ഡെഫിനിഷൻ. ആൻ അറേ ഈസ് എ ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് സെയിം ടൈപ്പ് സ്റ്റോർഡ് ഇൻ കണ്ടിജിയസ് മെമ്മറി ലൊക്കേഷൻസ്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു അറേ എന്നത് ഒരേ തരത്തിലുള്ള ഒരു കൂട്ടം ഡാറ്റകളെ അടുത്തടുത്ത മെമ്മറി ലൊക്കേഷനുകളിൽ സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന ഒരു സംവിധാനം, ഒരു വാരിയബിളാണ് ഒരു അറേ എന്നത്. ഒരേ തരത്തിലുള്ള ഒരു കൂട്ടം ഡാറ്റകളെ അടുത്തടുത്ത അല്ലെങ്കിൽ തുടർച്ചയായുള്ള മെമ്മറി ലൊക്കേഷനുകളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു സംവിധാനത്തെയാണ് അറേ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാധാരണ വാരിയബിളിൽ ഒരു സമയം ഒരു വാല്യൂ എങ്കിൽ ഒരു അറേയിൽ ഒരു സമയം കുറേ വിലകൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരു സാധാരണ വാരിയബിളിൽ ഇപ്പോൾ ഇവിടെ ഒരു മാർക്ക്, ഒരു കുട്ടിയുടെ മാർക്ക് സ്റ്റോർ ചെയ്യാൻ നമ്മൾ ഇൻറ്റ് മാർക്ക് അല്ലെങ്കിൽ എന്ന് പറയുന്നു. അപ്പോൾ മാർക്കിൽ നമുക്ക് ഒരു കുട്ടിയുടെ മാർക്ക് ഒരു സമയം സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ കുട്ടിയുടെ മാർക്കിൽ സ്റ്റോർ ചെയ്താൽ പഴയ കുട്ടിയുടെ മാർക്ക്, ആദ്യത്തെ മാർക്ക് പോവും, അവിടെ പുതിയ മാർക്ക് വരും. എന്നാൽ ഒരു അറേ ആയിട്ടാണ് ആ കുട്ടികളുടെ മാർക്ക് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ, മാർക്ക് ഒരു അറേ ആണെങ്കിൽ അതിന് ഒരേ സമയം എത്ര കുട്ടികളുടെ വേണമെങ്കിലും അതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച്, അതിൻ്റെ സൈസ് അനുസരിച്ച് എത്ര കുട്ടികളാണോ കൊടുത്തിട്ടുള്ളത് അത്രയും കുട്ടികളുടെ മാർക്ക് അതിൽ ഒരേ സമയം സൂക്ഷിക്കാൻ കഴിയും. ഇതാണ് വാരിയബിളിന് ഒരു സമയം ഒരു വിലയെ സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ ഒരു അറേക്ക് ഒരേ സമയം ഒന്നിൽ കൂടുതൽ വിലകൾ സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ ആ വിലകളെല്ലാം ഒരേ തരത്തിലുള്ളതായിരിക്കണം. നമ്പർ ആണെങ്കിൽ എല്ലാം നമ്പർ, പോയിൻ്റ് ഉള്ളതാണെങ്കിൽ എല്ലാം പോയിൻ്റ് ഉള്ളത്, പോയിൻ്റ് ഇല്ലാത്തതാണെങ്കിൽ എല്ലാം പോയിൻ്റ് ഇല്ലാത്തത്, ലെറ്റർ ആണെങ്കിൽ എല്ലാം ലെറ്റർ, എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ല. കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഹൊമോജീനിയസ് ആയിട്ടുള്ള, അതായത് ഒരേ തരത്തിലുള്ള ഡാറ്റകളുടെ ഒരു ഡാറ്റകളെയാണ് നമ്മൾ അറേയിൽ സ്റ്റോർ ചെയ്യുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള ഒരു ലെറ്ററും ഒരു നമ്പറും കൂടെ നമുക്കൊരു അറേയിൽ സൂക്ഷിക്കാൻ സാധ്യമല്ല. ലെറ്റർ ആണെങ്കിൽ എല്ലാം ലെറ്റർ, നമ്പർ ആണെങ്കിൽ എല്ലാം നമ്പറുകൾ. ഇതാണ് ഹോമോജീനിയസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരേ തരത്തിലുള്ള ഡാറ്റകൾ, ഒരേ തരത്തിലുള്ള ഒരു കൂട്ടം ഡാറ്റകളെയാണ് ഒരു അറേയിൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ ആ സൂക്ഷിക്കുന്നത് അടുത്തടുത്ത മെമ്മറികളിലായിട്ടാണ് അറേയിൽ സൂക്ഷിക്കുന്നത്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അറേ ഡിക്ലറേഷൻ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ അറേ ഡിക്ലറേഷൻ എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതിലേക്ക് വരുന്നതിന് മുൻപ് എന്തിനാണ് ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്നത്? അറേ ഒരു ഡാറ്റ ടൈപ്പാണ്. ഒന്നിൽ കൂടുതൽ വിലകൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാരിയബിളാണ്, പ്രത്യേകതരം വാരിയബിളാണ് ഒരു അറേ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അറേ ലൈക്ക് എ വാരിയബിൾ, ഒരു വാരിയബിളിനെ പോലെ തന്നെയൊക്കെയാണ്. ഒരു വാരിയബിൾ ഒരു വിലയെ ഒരു സമയം സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഒരു അറേയിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഒരേ തരത്തിലുള്ള വിലകൾ സൂക്ഷിക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു വാരിയബിൾ, നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു, ഒരു വാരിയബിളിൽ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ, ഡാറ്റ സൂക്ഷിക്കാനാണ് വാരിയബിളുകൾ C++ ഉപയോഗിക്കുന്നത്. പക്ഷേ വാരിയബിളുകളെ ഉപയോഗിക്കുന്നതിന് മുൻപ് പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യണം. എന്താണ് ഒരു വാരിയബിൾ ഡിക്ലറേഷൻ എന്നൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു. ഒരു വാരിയബിളിന് എൻ്റെ തരം എന്താണ്, ഡാറ്റ ടൈപ്പ് എന്താണ്,
അതിൻ്റെ പേരെന്താണ്, അതിൽ എത്തരത്തിലുള്ള വിലകളാണ് അതിൽ സ്റ്റോർ ചെയ്യുക, എത്ര ബൈറ്റ് മെമ്മറി അതിന് ആ വാരിയബിളിന് അലോക്കേറ്റ് ചെയ്യണമെന്നെല്ലാം തീരുമാനിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് C++ൽ ഡിക്ലറേഷൻ, വാരിയബിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ അറേയ്സും വാരിയബിളുകളെ പോലെ തന്നെ ഉപയോഗിക്കുന്നതിന് മുൻപായി ഡിക്ലെയർ ചെയ്യണം. കാരണം ഒരു അറേ എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത മെമ്മറി ലൊക്കേഷനുകളിൽ അടുത്തടുത്ത മെമ്മറികളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരേ തരത്തിലുള്ള ഒരു കൂട്ടം ഡാറ്റകളാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും മെമ്മറി ആവശ്യമാണ്. വാരിയബിൾ ആയാലും അറേ ആയാലും അവയിൽ വിലകൾ അല്ലെങ്കിൽ ഡാറ്റ സൂക്ഷിക്കാൻ മെമ്മറി അലോക്കേറ്റ് ചെയ്തേ മതിയാവും. അപ്പോൾ ഈ മെമ്മറി അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ ആ അറേയെ ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, മെമ്മറി അലോക്കേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അറേക്ക് മെമ്മറി കിട്ടണമെങ്കിൽ ആ അറേയെ ഡിക്ലെയർ ചെയ്യണം അല്ലെങ്കിൽ പ്രഖ്യാപിക്കണം. വാരിയബിൾ പോലെ തന്നെയാണ്. ഉപയോഗിക്കുന്നതിന് മുൻപ് ഏതൊരു അറേയും കമ്പൈലറിന് C++ കമ്പൈലറിന് പരിചയപ്പെടുത്തുമ്പോൾ വാരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന പോലെ തന്നെയാണ്. അതായത് അറേയുടെ പേരെന്താണ്, അറേയുടെ തരം എന്താണ്, ഡാറ്റ ടൈപ്പ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അറേ ഡിക്ലറേഷൻ്റെ സിൻറ്റാക്സ്, ഡിക്ലെയർ ചെയ്ത അറേകളെ മാത്രമേ C++ൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഡിക്ലെയർ ചെയ്യാത്ത അറേ C++ൽ ഉപയോഗിക്കാൻ പറ്റില്ല. വാരിയബിൾ പോലെ തന്നെയാണ്. ഡിക്ലെയർ ചെയ്ത വാരിയബിളുകൾ ഉപയോഗിച്ച് നമുക്ക് C++ പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഡിക്ലെയർ ചെയ്യാത്തൊരു വാരിയബിൾ ഉപയോഗിച്ചാൽ C++ കമ്പൈലേഷൻ എറർ കാണിക്കും പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ, അറേ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു രേഖ, അതിൻ്റെ ഒരു സിൻറ്റാക്സ് നോക്കുക. ഇത് അറേ ഡിക്ലറേഷൻ്റെ C++ലെ സിൻറ്റാക്സ് ഇപ്രകാരമാണ്. ഏത് അറേയും ഡിക്ലെയർ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും അറേകൾ ഏതെല്ലാം 5 ഡാറ്റ ടൈപ്പുകളാണ്, ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പുകളാണ് C++ൽ നിങ്ങൾ പഠിച്ചത്. അതിൽ വോയിഡ് എന്നുള്ളത് നൾ അല്ലെങ്കിൽ എംപ്റ്റി ഡാറ്റയെ കാണിക്കുന്നതായതുകൊണ്ട് അത് ഒഴിവാക്കിയാൽ 4 പ്രധാനപ്പെട്ട ഡാറ്റ ടൈപ്പുകളാണ്, ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പുകളാണ് C++ലുള്ളത്. ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ. ഈ 4 ഡാറ്റ ടൈപ്പുകളുടെയും ഒരു എക്സ്പാൻഷനാണ് അതാത് അറേകൾ. അതായത് ഏതെല്ലാം ബേസിക് ഡാറ്റ ടൈപ്പ്, ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പുകൾ C++ലുണ്ടോ അത്ര തന്നെ അല്ലെങ്കിൽ അതാത് അറേകളും C++ൽ ഉണ്ട്. അതായത് ഇൻറ്റ് എന്ന ഡാറ്റ ടൈപ്പ് C++ലുള്ളപ്പോൾ ഒരു ഇൻറ്റ് ഡാറ്റ ടൈപ്പിന് അറ്റ് എ ടൈം ഒരു ഇൻറ്റീജർ വാല്യൂ ആണ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ഒരു ഇൻറ്റീജർ അറേ ഉണ്ട്. അതുപോലെ ഇൻറ്റ് എന്ന ഡാറ്റ ടൈപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻറ്റ് അറേ ഉണ്ട്. ക്യാർ എന്ന ഡാറ്റ ടൈപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്യാരക്ടർ അറേ ഉണ്ട്. ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്ലോട്ട് അറേ ഉണ്ട്. ഡബിൾ എന്ന ഡാറ്റ ടൈപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡബിൾ അറേയും ഉണ്ട്. വോയിഡ് അറേ ആവശ്യമില്ല. കാരണം വോയിഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നാണ്. ഒന്നുമില്ലാത്ത ഡാറ്റകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ 4 തരത്തിലുള്ള അറേകളാണ് C++ലുള്ളത്. ഇൻറ്റിജർ അറേ, ക്യാരക്ടർ അറേ, ഫ്ലോട്ടിംഗ് പോയിൻ്റ് അറേ, ഡബിൾ അറേ. ഓക്കെ, അപ്പോൾ ഈ 4 അറേകളും ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫോർമാറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കുക, അറേ ഡിക്ലറേഷൻ സിൻറ്റാക്സ്. ഏത് അറേ ആയാലും, ഇൻറ്റിജർ അറേ ആയാലും ക്യാരക്ടർ അറേ ആയാലും ഫ്ലോട്ട് അറേ ആയാലും ഡബിൾ അറേ ആയാലും അത് ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ഫോർമാറ്റ് കൊടുത്തിരിക്കുന്നു. നോക്കുക, ഇതാണ് C++ലെ ഒരു വാരിയബിൾ ഡിക്ലറേഷൻ്റെ ഒരു അറേ ഡിക്ലറേഷൻ്റെ സിൻറ്റാക്സ്. ഇവിടെ നോക്കുക, ഇവിടെ കൊടുത്തിരിക്കുന്നു. നോക്കുക, ഡാറ്റ ടൈപ്പ് സ്പേസ് അറേ നെയിം സൈസ് ഇൻ സ്ക്വയർ ബ്രാക്കറ്റ്സ്. C++ൽ ഒരു അറേ ഉപയോഗിക്കുന്നതിന് മുൻപേ അതിനെ ഡിക്ലെയർ ചെയ്യുന്നത് ഇപ്രകാരമാണ്. അറേയിലെ ഡാറ്റ ടൈപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറേയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡാറ്റകളുടെ തരം അല്ലെങ്കിൽ അറേ എലമെൻറ്റുകൾ. ഒരു അറേയിലെ സൂക്ഷിച്ചിരിക്കുന്ന ഡാറ്റകളെ നാം അറേ എലമെൻറ്റ്സ് എന്ന് പറയാറുണ്ട്. അറേയിലെ അംഗങ്ങൾ എന്ന് പറയാറുണ്ട്. ഇപ്പോൾ അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആദ്യം പറയേണ്ടത് വാരിയബിൾ ഡിക്ലറേഷനെ പോലെ അറേയുടെ തരം എന്താണെന്നാണ് പറയേണ്ടത്. ഈ തരം എന്നത് 4 ബേസിക് ഡാറ്റ ടൈപ്പുകൾ 4 എണ്ണം. അതായത് ഒന്നുകിൽ ഇൻറ്റ് ആവാം, അല്ലെങ്കിൽ ക്യാർ ആവാം, ഫ്ലോട്ട് ആവാം, ഡബിൾ ആവാം. ഏത് തരത്തിലുള്ള ഡാറ്റയാണ് നിങ്ങൾ ഈ അറേയിൽ സൂക്ഷിക്കുന്നത് അതിനനുസരിച്ച് ഇവിടെ അതാത് ഡാറ്റകൾക്ക് പറ്റിയ ഡാറ്റ ടൈപ്പുകൾ കൊടുക്കണം. അതായത് നമുക്കിപ്പോൾ ഒരു 10 കുട്ടികളുടെ മാർക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഒരു വിഷയത്തിൽ കിട്ടിയ മാർക്ക്, അല്ലെങ്കിൽ 10 കുട്ടികളുടെ മാർക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ 10 നമ്പറുകളാണ്. ആ മാർക്കുകൾക്ക് പോയിൻ്റൊന്നും ഇല്ലാത്ത മാർക്ക്, അതായത് ദശാംശമില്ലാത്ത സംഖ്യകളാണെങ്കിൽ നമുക്ക് ആ അറേയുടെ ടൈപ്പ് ഇൻറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. കാരണം നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്, പോയിൻ്റ് ഇല്ലാത്ത സംഖ്യകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന
പ്രതിനിധീകരിക്കുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് ഇൻറ്റ്. എന്നാൽ ഇത് പോയിൻ്റുള്ള 10 അക്കങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ 10 സംഖ്യകളാണ്, ഇപ്പോൾ വെയിറ്റ്, ഹൈറ്റ് എന്നൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ 10 കുട്ടികളുടെ വെയിറ്റ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ ഇവിടെ ഇൻറ്റിന് പകരം ഫ്ലോട്ട് എന്നോ അല്ലെങ്കിൽ ഡബിൾ എന്നോ ഉപയോഗിക്കാം. അപ്പോൾ 10 വ്യത്യസ്ത ഇൻറ്റീജറുകൾ സ്റ്റോർ ചെയ്യുന്ന ഒരു വേരിയബിളാണ് ഇവിടെ നം എന്നത്. നമ്മൾ ഈ നം ഇവിടെ ഇത്രയും ഭാഗം ഈ ഒരു അറേയുടെ സൈസ് എപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റിൽ പറയണം, സാധാരണ ബ്രാക്കറ്റ് അല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ അറേയുടെ സൈസ് പറയണം. അറേയുടെ സൈസ് എന്നത് അറേയിലെ കപ്പാസിറ്റിയാണ്, ഒരു അറേയിൽ കൊള്ളുന്ന മാക്സിമം അംഗങ്ങളുടെ എണ്ണം, അറേയിൽ ഉൾപ്പെട്ടിട്ടുള്ള പരമാവധി അംഗങ്ങളുടെ എണ്ണം, എത്ര എലിമെൻറ്റ്സ് പരമാവധി അതിൽ സ്റ്റോർ ചെയ്യാം, സൂക്ഷിക്കാം എന്നതാണ് പറയുന്നത്. ഇതെല്ലാം അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ പറയേണ്ട കാര്യങ്ങളാണ്. സോ അറേ സൈസ് മീൻസ് ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ ദി അറേ. ഒരു അറേയിലെ അംഗങ്ങളുടെ എണ്ണത്തെയാണ് അറേയുടെ സൈസ് എന്ന് പറയുന്നത്. അറേ സൈസ് എപ്പോഴും ഒരു പോസിറ്റീവ് ഇൻറ്റിജർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ ഇൻറ്റിജർ കോൺസ്റ്റൻ്റ് ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ അറേയുടെ പേര് കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയണം. അപ്പോൾ ഇപ്രകാരമാണ് ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്നത്. അറേ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ സിൻറ്റാക്സ് ഡാറ്റ ടൈപ്പ് സ്പേസ് അറേ നെയിം സൈസ് ഇൻ സ്ക്വയർ ബ്രാക്കറ്റ്സ്. ഇവിടെ ഡാറ്റ ടൈപ്പ് എന്നത് ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പുകളിൽ ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. ഇൻറ്റ് എന്നാവാം, ക്യാർ എന്നാവും, ഫ്ലോട്ട് എന്നാവും, ഡബിൾ ആവാം. ഏത് തരത്തിലുള്ള ഡാറ്റയാണോ നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് 5 ലെറ്ററുകളാണ് സ്റ്റോർ ചെയ്യേണ്ടത്, 5 സിമ്പലുകൾ ആണ് ഒരു അറേയിൽ സ്റ്റോർ ചെയ്യുമെങ്കിൽ അറേയുടെ പേര്, അറേയുടെ ഡാറ്റ ടൈപ്പ് എന്തായിരിക്കും, ക്യാർ എന്നായിരിക്കും. 5 പോയിൻ്റ് ഇല്ലാത്ത, ദശാംശമില്ലാത്ത എണ്ണൽ സംഖ്യകളാണ് സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ 10 എണ്ണൽ സംഖ്യകൾ സ്റ്റോർ ചെയ്യാനുള്ളതാണെങ്കിൽ ഇതുപോലെ ഇൻറ്റ് എന്ന് സ്റ്റോർ ചെയ്യും. ഈ 10 ദശാംശ സംഖ്യകൾ ഫ്രാക്ഷൻസ് സ്റ്റോർ ചെയ്യുന്ന ഒരു അറേ ആണ് വേണ്ടതെങ്കിൽ ഇവിടെ ഫ്ലോട്ടോ ഡബിളോ ഡാറ്റ ടൈപ്പായിട്ട് വരും. അങ്ങനെ നമ്മൾ അറേയിൽ സൂക്ഷിക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ അറേയിലെ അംഗങ്ങളുടെ തരം, ഡാറ്റയുടെ തരം തന്നെയാണ് ഇവിടെ അറേയുടെ തരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറേയിലെ ഓരോ എലിമെൻറ്റിൻ്റെയും ഓരോ അംഗങ്ങളുടെയും തരത്തെയാണ് അവയുടെ ഏത് ടൈപ്പാണെന്നുള്ളതാണ് ഇതുകൊണ്ട് ഇവിടെ അറേയുടെ ഡാറ്റ ടൈപ്പ്. സോ ഒരു അറേയുടെ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമൺ ഡാറ്റ ടൈപ്പ്. ഒരു അറേയിലെ എല്ലാ എലിമെൻസിനും ബാധകമായിട്ടുള്ള ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ ഇവിടെ കൊടുത്ത ഈ ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂസ് അല്ലെങ്കിലുള്ള ഡാറ്റകൾ മാത്രമേ ഈ അറേയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഇൻറ്റ് നം ഓഫ് 10, ഒരു നം എന്ന് പറയുന്ന ഒരു അറേ ഡിക്ലെയർ ചെയ്ത് ഇൻറ്റീജർ അറേയാണ്. ഇത് ഒരു ഇൻറ്റീജർ അറേയാണ്. 10 ഇൻറ്റീജറുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന 10 എണ്ണൽ സംഖ്യകൾ സ്റ്റോർ ചെയ്യാൻ, സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അറേയുടെ പേര് നം, അറേയുടെ ഡാറ്റ ടൈപ്പ് ഇൻറ്റ്, അറേയുടെ സൈസ് 10. അപ്പോൾ നം എന്നുള്ളത് ഇവിടെ 10 ഇൻറ്റീജർ വിലകൾ, 10 ഇൻറ്റീജർ സംഖ്യകൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന പരമാവധി 10 അതിൽ താഴെ മാക്സിമം 10, പരമാവധി 10 ഇൻറ്റീജറുകൾ സ്റ്റോർ ചെയ്യുന്ന ഒരു വേരിയബിളാണ് നം. ഒരു അറേ, ആ വേരിയബിളിൻ്റെ പേരാണ് അല്ലെങ്കിൽ ഒരു അറേയുടെ പേരാണ് നം എന്നത്. ഈ അറേക്ക് കൊടുക്കുന്ന പേര് എന്നത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ വേരിയബിളിന് അറേ നെയിം എന്ന് പറയുന്നത് വേരിയബിൾ നെയിം പോലെ തന്നെ ഒരു ഐഡൻറ്റിഫയർ ആണ്. അപ്പോൾ ഒരു ഐഡൻറ്റിഫയറിന് നെയിം ചെയ്യുന്നതിനുള്ള റൂൾസ് ഏതൊക്കെയാണെന്ന് കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു. സ്റ്റാർട്ട് വിത്ത് ആൻ ആൽഫബറ്റ് ഓർ അണ്ടർസ്കോർ, പിന്നെ അങ്ങനെയുള്ള ആ 4 റൂൾസ്, ആ റൂൾസ് എല്ലാം ഇവിടെയും ബാധകമാണ്. ഒരു അറേക്ക് പേരിടുമ്പോഴും ആ റൂൾസ് അനുസരിച്ച് കൊണ്ടുള്ള പേരുകളായിരിക്കണം കൊടുക്കേണ്ടത്. An array name is an identifier. So the identifier naming rules are applicable to array name also. ഇനി ഒരു അറേയിൽ എങ്ങനെയാണ് ആ അറേയിലെ എലമെൻറ്റ്സ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ കൊടുത്തിരിക്കുന്നത് നോക്കുക. നം എന്ന് പറയുന്ന അറേ, നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന നം എന്ന് പറയുന്ന അറേ ഒരു ഇൻറ്റീജർ അറേയാണ്. അതിൻ്റെ സൈസ് 10 ആണ്. എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റീജറുകൾ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അറേയാണ് നം എന്നത്. ഒരേ സമയം 10 വിലകൾ ഇതിൽ കൊള്ളുന്ന ഒരു 10 ബോക്സുകൾ അടുക്കി വെച്ചിരിക്കുന്നത് പോലെയാണ്, 10 പെട്ടികൾ അടുക്കി വെച്ചതുപോലെയാണ്. ആ 10 പെട്ടികൾക്കും കൂടെ ഒരൊറ്റ പേരാണ് നം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്തടുത്ത മെമ്മറി ലൊക്കേഷനുകളിലാണ് അറേയിലെ എലമെൻസിനെ സ്റ്റോർ ചെയ്യുന്നത്. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ സാധാരണ രീതിയിൽ നമ്മൾ ഈ
10 വാരിയബിൾ നമ്പറുകൾ, 10 ഇൻറ്റീജർ സ്റ്റോർ ചെയ്യാൻ 10 ഇൻറ്റീജർ വാരിയബിൾ വേണമെങ്കിൽ ഡിക്ലെയർ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ABCD എന്ന് പറഞ്ഞിട്ട് 10 വാരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഈ അറേ ഉപയോഗിക്കുന്നതിന് പകരം വാരിയബിൾ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ 10 ഇൻറ്റീജറുകൾ സ്റ്റോർ ചെയ്യാൻ 10 വ്യത്യസ്ത വാരിയബിളുകൾ ആവശ്യമായിട്ട് വരും. അങ്ങനെ 10 വ്യത്യസ്ത വാരിയബിളുകൾ ഉപയോഗിക്കുമ്പോൾ 10 വ്യത്യസ്ത മെമ്മറി ലൊക്കേഷൻ അലോക്കേറ്റ് ചെയ്യപ്പെടുന്നു. ഒരു വാരിയബിളിന് ഒരു മെമ്മറി. ഇപ്പോൾ വാരിയബിളിൻ്റെ ടൈപ്പ് ഇവിടെ ഇൻഡ് എന്ന് പറഞ്ഞാൽ 4 ബൈറ്റ് മെമ്മറിയാണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചതാണ്. ഓരോ ഡാറ്റ ടൈപ്പിനും ഇത്ര ബൈറ്റ് മെമ്മറിയാണ് C++ അലോക്കേറ്റ് ചെയ്യുന്നതെന്നുണ്ട്. അപ്പോൾ അതിൽ 10 ഇൻറ്റിജറുകൾ സ്റ്റോർ ചെയ്യാൻ അടുത്തടുത്തുള്ള മെമ്മറികളാണ് ഇവിടെ അലോക്കേറ്റ് ചെയ്യുക. ഇതാണ് അറേയുടെ മറ്റൊരു സാധാരണ വാരിയബിളിൽ നിന്നുള്ള വ്യത്യാസം. ഒരു 10 വ്യത്യസ്ത വാരിയബിളുകളിലായിട്ട് ഈ കുട്ടികളുടെ 10 മാർക്കുകളോ അല്ലെങ്കിൽ 10 വാല്യൂസ് ഇൻറ്റീജറുകൾ സ്റ്റോർ ചെയ്യുമ്പോൾ ആ 10 മെമ്മറികളും അല്ലെങ്കിൽ 10 വാരിയബിൾസും വെവ്വേറെ മെമ്മറി ലൊക്കേഷനുകളായിരിക്കും. എന്നാൽ ഈ 10 ഇൻറ്റീജറുകളും ഒരു അറേയിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ, സൈസ് 10 ആയിട്ടുള്ള ഒരു അറേയിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ആ അറേയിലെ ഓരോ എലമെൻറ്റിൻ്റെയും സ്റ്റോർ ചെയ്യുന്ന മെമ്മറി, ഓരോ എലമെൻറ്റും ഓരോ അറേയിലെ ഓരോ മാർക്കും സ്റ്റോർ ചെയ്യുന്ന മെമ്മറി അടുത്തടുത്തുള്ള മെമ്മറികളായിരിക്കും. അപ്പോൾ അടുത്തടുത്തുള്ള മെമ്മറികൾ വീണ്ടും ഞാനതാണ് പ്രത്യേകിച്ച് പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് വാരിയബിളിൽ നിന്നും അറേയും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം. ഒരു വാരിയബിളിന് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി അതേ പ്രോഗ്രാമിലെ മറ്റ് വാരിയബിളുകൾക്ക് അലോക്കേറ്റ് ചെയ്ത മെമ്മറിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും, അല്ലെങ്കിൽ ആ മെമ്മറിയുമായിട്ടൊരു ബന്ധവുമില്ലാത്തതായിരിക്കും. എന്നാൽ ഒരു അറേയിലെ എലമെൻറ്റ്സ് എല്ലാം, ഒരു അറേയിലെ എല്ലാ ഡാറ്റകളും അടുത്തടുത്ത മെമ്മറികളിലാണ് സ്റ്റോർ ചെയ്യുക. അങ്ങനെ അടുത്തടുത്തുള്ള മെമ്മറികളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന റാമിലെ അടുത്തടുത്ത മെമ്മറി ലൊക്കേഷനുകളിൽ, അടുപ്പിച്ചുള്ള മെമ്മറി ലൊക്കേഷനുകളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു കൂട്ടം ഒരേ തരത്തിലുള്ള ഡാറ്റകളെയാണ് അറേ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നം എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ അറേ, ഇതിന് 10 ഇൻറ്റീജറുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ ഇൻറ്റീജർ അറേ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഇൻറ്റ് നം ബ്രാക്കറ്റിൽ 10 ഇൻറ്റ് നം ഓഫ് 10, 10 ഇൻറ്റീജറുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻറ്റീജർ വാരിയബിളാണ് നം എന്ന് പറയുന്നത്. ഇൻറ്റീജർ അറേ ആണ് നം. ഇതുപോലെ നമുക്ക് ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യാം. ഇപ്പോൾ 10 ലെറ്ററുകളാണ് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. 10 ലെറ്ററുകൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു അറേ വേണം എന്ന് വിചാരിക്കുക. 10 ലെറ്ററുകൾ അല്ലെങ്കിൽ 10 സിമ്പിളുകൾ, 10 ചിഹ്നങ്ങൾ. അപ്പോൾ ഇവിടെ ഇൻഡ് എന്നുള്ളതിന് പകരം ചിഹ്നങ്ങൾ എന്ന് പറയുമ്പോൾ ക്യാരക്ടറാണ്. ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ ഇൻഡ് പറ്റില്ല. ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ടൈപ്പാണ്, അല്ലെങ്കിൽ ലെറ്ററുകൾ, സിമ്പിളുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ടൈപ്പാണ് ക്യാർ എന്നത്. കഴിഞ്ഞ ചാപ്റ്ററിലുണ്ട്. അപ്പോൾ ഇവിടെ ക്യാർ, പിന്നെ അറേയുടെ പേര് നമ്മാണെങ്കിൽ നമ്മ്, ദെൻ സ്ക്വയർ ബ്രാക്കറ്റിൽ സൈസ് 10 എന്ന് തന്നെ കൊടുക്കുക. 10 എത്ര ലെറ്ററാണോ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യേണ്ടത്, എത്ര ചിഹ്നങ്ങളാണോ അത്രയും ഇവിടെ കൊടുക്കുക. ഇതാണ് അറേ ഡിക്ലറേഷൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഈ നം എന്നുള്ള അറേ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ, പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എത്തരത്തിലായിരിക്കും ആ പ്രോഗ്രാമിൽ മെമ്മറി അറേക്ക് അലോക്കേറ്റ് ചെയ്യുന്നത്, നം എന്ന അറേക്ക് അലോക്കേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ. അതിനൊരു വിഷ്വലൈസേഷനാണ് കൊടുത്തിരിക്കുന്നത്. നോക്കുക, ഇവിടെ നം ഓഫ് ഒരു അറേയിലെ ആദ്യം സ്റ്റോർ ചെയ്യുന്ന എലമെൻറ്റ്, 10 അംഗങ്ങൾ നം എന്ന അറേയിൽ സ്റ്റോർ ചെയ്യാം. ഇതിൽ ആദ്യം അറേയിലേക്ക് സ്റ്റോർ ചെയ്യുക, ആദ്യത്തെ എലമെൻറ്റ്, അറേയിൽ സൂക്ഷിക്കുന്ന ആദ്യത്തെ അംഗം അല്ലെങ്കിൽ അറേയിലെ ആദ്യത്തെ എലമെൻറ്റ് അറേയുടെ 1ാമത്തെ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നു. രണ്ടാമത് അറേയിലേക്ക് സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന വാല്യൂ അറേയുടെ 2ാമത്തെ ലൊക്കേഷൻ. അങ്ങനെ സീക്വൻഷ്യൽ ആയിട്ടാണ് ഒരു അറേയിൽ, സീക്വൻഷ്യൽ മീൻസ് 1 by 1 ആയിട്ടാണ് ഒരു അറേയിൽ ഓരോ എലമെൻറ്റ്സും സ്റ്റോർ ചെയ്യുന്നത്. സക്സസീവ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് കാണാം. സോ ഇൻ ആൻ അറേ ദി എലമെൻറ്റ്സ് ആർ സ്റ്റോർഡ് ഇൻ എ സീക്വൻഷ്യൽ മാനർ. സീക്വൻഷ്യലായ രീതിയിലാണ്, സീക്വൻഷ്യൽ എന്ന് പറഞ്ഞാൽ 1 by 1 ആയാണ് ഒരു അറേയിൽ ഓരോ അറേ എലമെൻറ്റ്സും അല്ലെങ്കിൽ അംഗങ്ങളെയും സൂക്ഷിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അറേയിലെ നം എന്ന് പറയുന്ന അറേ സൈസ് 10, അതായത് 10 ഇൻറ്റീജറുകൾ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അറേയാണ് നം. ഈ നം എന്നുള്ള അറേ എങ്ങനെയായിരിക്കും മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യുന്നത്? നമ്മിന് ഇപ്രകാരമാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അടുത്തടുത്തുള്ള 10 ലൊക്കേഷനുകൾ, 10 ഇൻറ്റീജർ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റി അടുത്തടുത്തുള്ള 10 ലൊക്കേഷനുകളാണ് മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യപ്പെടുന്നത് നം എന്ന പേരിൽ. ഈ 10 ലൊക്കേഷനുകളുടെയും പേര്, 10 ഇവിടെ 0 എന്ന് തുടങ്ങുന്നത് ശ്രദ്ധിക്കണം. ഇവിടെ ഓരോ
അറേ എലമെൻറ്റും അല്ലെ അറയിലെ ഓരോ അംഗവും അറയിലെ ഓരോ സ്ഥാനങ്ങളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ 10 എലമെൻറ്റുകളും അറയുടെയും ഇതിനെ ആക്സസ് ചെയ്യാം. നം എന്നുള്ള പേര് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാം. 10 ഇൻറ്റീജർ വാല്യൂസ്, 10 മാർക്കുകളായിരിക്കാം, 10 വയസ്സ്, 10 കുട്ടികളുടെ വയസ്സായിരിക്കാം, അങ്ങനെ എന്തും ആയിരിക്കാം, റോൾ നമ്പർ ആയിരിക്കാം, ഒരു വിഷയത്തിൽ കിട്ടിയ 10 പേർക്ക് കിട്ടിയ മാർക്കായിരിക്കാം. അപ്പോൾ എന്തു തന്നെ ആയിരുന്നാലും ആ 10 ഡാറ്റകളെയും നം എന്നൊരൊറ്റ പേര് ഉപയോഗിച്ച് നമുക്ക് റെഫർ ചെയ്യാം. അതാണ് അറേയുടെ ഒരു സൗകര്യം എന്ന് പറയുന്നത്. 10 വ്യത്യസ്ത വേരിയബിൾ ഉപയോഗിച്ചാൽ ആ 10 നെയിംസ് ഓർത്തിരിക്കണം. എന്നാൽ ഇവിടെ ഒരൊറ്റ പേരിൽ തന്നെ എത്ര ഡാറ്റകൾ വേണമെങ്കിലും, ഒരേ തരത്തിലുള്ള ഡാറ്റകൾ വേണമെങ്കിലും നമുക്ക് ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഈ നം ഓഫ് 10 എന്നതിൽ ഇതിനെങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്? ഇവിടെ നം ഓഫ് 0 എന്നതിൽ ആദ്യത്തെ നം എന്ന അറയിലെ ഒന്നാമത്തെ എലമെൻറ്റ് നം ഓഫ് 0യിലും, ഒരു അറയുടെ ഇവിടെ 0 എന്ന് വരുന്നത് എന്താണ്? ഇതിനെ അറയുടെ ഇൻഡെക്സ് നേരത്തെ പറഞ്ഞതാണ്. ഒരു അറയിലെ ഓരോ എലമെൻറ്റ്, ഓരോ അംഗത്തിൻ്റെയും സ്ഥാനം, പൊസിഷനെയാണ് ആ അറയുടെ ഇൻഡെക്സ് അല്ലെങ്കിൽ ആ അറേ എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് അല്ലെങ്കിൽ അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ദ പൊസിഷൻ ഓഫ് ആൻ എലമെൻറ്റ് ഇൻ ആൻ അറേ ഈസ് കോൾഡ് അറേ ഇൻഡെക്സ് ഓർ സബ്സ്ക്രിപ്റ്റ്. ഈ സബ്സ്ക്രിപ്റ്റോ ഇൻഡെക്സോ അറിഞ്ഞിരുന്നാലേ ഒരു അറയിലെ ഓരോ എലമെൻറ്റ്സിനെയും നമുക്ക് ഉപയോഗിക്കാൻ, ആക്സസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഒരു അറയിൽ ഒരുപാട് എലമെൻറ്റ്സ്, ഒരുപാട് ഡാറ്റകൾ സ്റ്റോർ ചെയ്യാം. പക്ഷേ സ്റ്റോർ ചെയ്ത ഡാറ്റകളെ നമുക്ക് വീണ്ടെടുക്കണമെങ്കിൽ, അവയെ ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ ആ ഓരോ എലമെൻറ്റിൻ്റെയും ഓരോ അംഗത്തിൻ്റെയും അറയിലെ സ്ഥാനവില, പൊസിഷണൽ വാല്യൂ, ദാറ്റ് ഈസ് കോൾഡ് ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്നത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു അറയുടെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്നത്, ഒരു അറയിലെ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു അറയിലെ ഒന്നാമത്തെ അംഗത്തിൻ്റെ സ്ഥാനം, പൊസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 0 ആയിരിക്കും. ഇതാണെന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ സാധാരണ കൗണ്ട് ചെയ്യുമ്പോൾ, എണ്ണി തുടങ്ങുമ്പോൾ 1 നിന്നാണ് എണ്ണി തുടങ്ങുക. എന്നാൽ ഒരു അറയുടെ എണ്ണൽ ആരംഭിക്കുന്നത് 0 നിന്നാണ്. ഒരു അറയിലെ അംഗങ്ങളെ എണ്ണാൻ ആരംഭിക്കുന്നത് എപ്പോഴും 0 മുതൽക്കാണെന്ന് മനസ്സിലാക്കുക. ഒരിക്കലും 1 നിന്നല്ല അറയുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏത് അറേ ആയിരുന്നാലും, ഈ പറഞ്ഞ പോലെ ക്യാരക്ടർ അറേ ആയിരുന്നാലും, ഇൻറ്റീജർ അറേ ആയിരുന്നാലും, ഫ്ലോട്ടിംഗ് പോയിൻ്റ് അറേ ആയിരുന്നാലും, ഡബിൾ അറേ, എനി അറേ ഏത് തരമായിക്കോട്ടെ, ആ അറേയുടെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ അറേ എലമെൻറ്റിൻ്റെ ഇൻഡെക്സ്, പൊസിഷൻ എന്ന് പറയുന്നത് 0 ആണ്, 1 അല്ല. 1 എന്നത് ഇൻഡെക്സ് വരുന്നത് രണ്ടാമത്തെ അറേ എലമെൻ്റാണ്. ഈ അറയിൽ സൂക്ഷിച്ചിരിക്കുന്ന രണ്ടാമത്തെ എലമെൻറ്റിനെ ലഭിക്കണമെങ്കിൽ അറേയുടെ പേര് ബ്രാക്കറ്റിൽ അതിൻ്റെ ഇൻഡെക്സ്. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രാക്കറ്റഡ് എക്സ്പ്രഷനായിട്ടാണ് വരുന്ന ഒന്നാണ് അറേയുടെ ഇൻഡെക്സ് എന്നത്. അത്തരത്തിൽ നമുക്ക് പറയാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നേരത്തെ കൊടുത്തിരിക്കുന്ന പറഞ്ഞ പോലെ തന്നെ 10 AR of 10, 10 ഇൻറ്റീജറുകൾ സ്റ്റോർ ചെയ്യുന്ന ഒരു അറേ, സ്റ്റോർ ചെയ്തിരിക്കുന്ന, സൂക്ഷിച്ചിരിക്കുന്ന 10 കുട്ടികളുടെ മാർക്ക് അല്ലെങ്കിൽ 10 കുട്ടികളുടെ വയസ്സൊക്കെ ആയിരിക്കാം. അത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു വേരിയബിൾ അറേയുടെ പേരാണ് AR എന്നത്. ഈ AR എന്നുള്ളത് എങ്ങനെയാണ് മെമ്മറിയിൽ ഈ അറേ അലോക്കേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഒരു ചെറിയ വിഷ്വലൈസേഷൻ കൊടുത്തിരിക്കുന്നത് നോക്കുക. AR എന്ന പേരിൽ അടുത്തടുത്തുള്ള 10 മെമ്മറി ലൊക്കേഷനുകൾ പ്രോഗ്രാമിൽ C++ൽ അനുവദിക്കപ്പെടുന്നു. 10 ബ്ലാങ്ക് ആയിട്ടുള്ള മെമ്മറി, 10 ലൊക്കേഷനിലും ഓരോ ലൊക്കേഷനും, ഇപ്പോൾ ഇവിടെ 0, സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്നത് 0 ആണ്. ഈ 10 ഫ്രീ ആയിട്ടുള്ള അടുത്തടുത്തുള്ള 10 ഫ്രീ മെമ്മറി ലൊക്കേഷനുകൾ അലോക്കേറ്റ് ചെയ്യപ്പെടുന്നു. ആ 10 മെമ്മറി ലൊക്കേഷനുകളുടെയും പേര് AR എന്ന് തന്നെയാണ്. അപ്പോൾ എങ്ങനെ ഇതിൽ ഓരോ ലൊക്കേഷനെയും എടുക്കുന്നു? അത് ഇൻഡെക്സ് ഉപയോഗിച്ചാണ് ഓരോ ലൊക്കേഷനെയും തിരിച്ചറിയുന്നത്. ഒന്നാമത്തെ എലമെൻറ്റ് എത്രയാണ് അറയിലെ? ഒന്നാമത്തെ എലമെൻറ്റ്, രണ്ടാമത്തെ എലമെൻറ്റ് എടുക്കണമെങ്കിൽ AR of 1. ഒന്നാമത്തെ അറേ എലമെൻറ്റിനെ വിളിക്കുക എങ്ങനെയാണ്? ഇവിടെ 0 എന്നാണ് ഒന്നാമത്തെ അറേയുടെ പൊസിഷൻ, അറേ എലമെൻറ്റിൻ്റെ പൊസിഷൻ. രണ്ടാമത്തെ അറയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ അംഗത്തിൻ്റെ ഇൻഡെക്സ് അല്ലെങ്കിൽ പൊസിഷൻ എന്ന് പറയുന്നത്, സ്ഥാനവില എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അറേയുടെ സ്ഥാനവില തുടങ്ങുന്നത് 0 നിന്നാണ്. അറേയുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും 0 നിന്നാണ്. അപ്പോൾ അവിടെ 10 സംഖ്യകൾ
സ്റ്റോർ ചെയ്യാൻ പറ്റുന്നൊരു ഇൻറ്റീജർ അറേ, 10 ഇൻറ്റീജറുകൾ സ്റ്റോർ ചെയ്യുന്ന അറേയുടെ പേരാണ് AR എന്നത്. ഈ ARൽ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് 0. അപ്പോൾ ARൽ മൊത്തം 10 ലൊക്കേഷനുകൾ ഉണ്ടായിരിക്കും. ഇതിൽ ഒന്നാമത്തെ മെമ്മറി ലൊക്കേഷൻ എടുക്കുക, അതായത് ഈ 0 എന്ന ഇൻഡെക്സ് വരുന്ന പൊസിഷൻ വരുന്ന 0 എന്ന പൊസിഷനിൽ വരുന്ന അറേ എലമെൻറ്റ്, അതിന് 4 ബൈറ്റാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഡാറ്റ ടൈപ്പ് ഇതൊരു ഇൻറ്റീജർ അറേയാണ്. അപ്പോൾ 10 വ്യത്യസ്ത ഇൻറ്റീജറുകൾ സ്റ്റോർ ചെയ്യാൻ, ഒരു ഇൻറ്റീജറിന് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് നിങ്ങൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഡാറ്റ ടൈപ്പുകളിൽ ഒരു ഇൻറ്റീജർ വാരിയബിളിന് C++ൽ അലോക്കേറ്റ് ചെയ്യുന്നത് 4 ബൈറ്റ് മെമ്മറിയാണ്. പഠിച്ചു 4 ബൈറ്റ്. അപ്പോൾ ഇവിടെ അങ്ങനെ എത്ര ബൈറ്റാണ് അലോക്കേറ്റ് ചെയ്യപ്പെടുക? എത്ര ബൈറ്റാണ്? 40 ബൈറ്റ്. അതായത് 10 ഇൻറ്റീജറുകൾ, ഒരു ഇൻറ്റീജറിന് 4 ബൈറ്റ് വെച്ച് 10 ഇൻറ്റീജറുകൾ സൂക്ഷിക്കാൻ എത്ര ഫ്രീ മെമ്മറി വേണം? 40. 10 ഗുണിക്കണം 4, 10 ഗുണം 4 എന്ന് പറഞ്ഞാൽ 40 ബൈറ്റ് മെമ്മറി. അപ്പോൾ അടുത്തടുത്തുള്ള 40 ബൈറ്റ് മെമ്മറികളെ ഇങ്ങനെ നമ്മൾ ഇൻറ്റ് AR ഓഫ് 10 എന്ന് പറയുമ്പോൾ സക്സസീവായിട്ടുള്ള അടുത്തടുത്തുള്ള 40 ബൈറ്റ് ഫ്രീ മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. ആ 40 ബൈറ്റുകൾക്ക് അടുത്തടുത്ത് കിടക്കുന്ന 40 ബൈറ്റിനും പേര്, 40 ബൈറ്റ് മെമ്മറിയുടെയും പേര് AR എന്നായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ അറേയുടെ പേര് കൊടുക്കുന്നത് അതായിരിക്കും. ഇനി നമുക്ക് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാം. അതായത് ഈ അറേ ഉപയോഗിച്ചുകൊണ്ട് 10 മാർക്കോ 10 വ്യത്യസ്ത ഇൻറ്റീജറുകൾ ഇതിലേക്ക് എപ്പോഴും സ്റ്റോർ ചെയ്യാം. ആ 10 ഡാറ്റകളെയും നമുക്ക് മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. 10 ഡാറ്റകളുടെയും സമ്മും ആവറേജൊക്കെ കാണാൻ AR എന്ന പേര് മാത്രം ഉപയോഗിച്ചാൽ മതി. നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്ത വാരിയബിളുകൾ ഉപയോഗിക്കുമ്പോൾ ഓരോ വാരിയബിളിൻ്റെയും പേര് നമുക്ക് തുകകൾ കാണണം, ശരാശരി കാണണം എന്നുണ്ടെങ്കിൽ 10 എണ്ണത്തിൻ്റെയും തുകയും ആവറേജും കാണണം എന്നുണ്ടെങ്കിൽ 10 എണ്ണവും സൂക്ഷിച്ചിരിക്കുന്ന വാരിയബിളുകളുടെ എല്ലാം പേര് ഇവിടെ പറയേണ്ടതായിട്ട് വരും. എന്നിട്ട് അവയെ ആഡ് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോഴെല്ലാം ബുദ്ധിമുട്ടായി. 100 1000 ഉള്ളപ്പോഴാണ് ഇതിൻ്റെ പ്രയാസം, ഒരു സങ്കീർണത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇനി ഇവിടെ അപ്പോൾ അടുത്തടുത്തുള്ള 4 ബൈറ്റ് വീതമുള്ള 10 മെമ്മറി ലൊക്കേഷനുകൾ, ഈ 10 ഓരോ മെമ്മറി ലൊക്കേഷനിലും ഓരോ ഇൻറ്റീജർ വാല്യൂ സ്റ്റോർ ചെയ്യാം. ഓരോ 4 ബൈറ്റിലും ഒരു നമ്പർ സ്റ്റോർ ചെയ്യാം, ഒരു ഇൻറ്റീജർ വാല്യൂ സ്റ്റോർ ചെയ്യാം. അങ്ങനെ 40 ബൈറ്റ് മൊത്തം. ആ 40 ബൈറ്റിലും കൂടെ 10 ഇൻറ്റീജറുകൾ സ്റ്റോർ ചെയ്യാം. ഒരു ഇൻറ്റീജറിന് 4 ബൈറ്റ് വെച്ച്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി 5 എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇവിടെ 6ഉം 7ഉം 8ഉം ഉണ്ട്. ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. ഇങ്ങനെ 9 വരെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു അറേയുടെ ലാസ്റ്റ് ഇൻഡെക്സ്, സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് 0 ആണെന്ന് പറഞ്ഞു. ഒരു അറേ എലിമെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദ ഫസ്റ്റ് എലമെൻറ്റ്, ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് എലമെൻറ്റ് ഇൻ ആൻ അറേ ഈസ് 0. ഞാൻ വീണ്ടും പറയുന്നു, ഏത് തരം അറേ ആയിക്കൊള്ളട്ടെ, ഇൻറ്റീജർ അറേയോ ക്യാരക്ടർ അറേയോ ഫ്ലോട്ട് അറേയോ ഡബിൾ അറേയോ, ആ അറേയിലെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്നത്, ആ അറേയുടെ തുടക്കത്തിലുള്ള സ്ഥാനവില എന്ന് പറയുന്നത്, ഏതൊരു അറേയുടെയും തുടക്കമായിട്ടുള്ള തുടക്ക സ്ഥാനവില എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും, 1 അല്ല. അപ്പോൾ അറേയിൽ എപ്പോഴും കൗണ്ട് ചെയ്യുമ്പോൾ 0-ൽ നിന്ന് കൗണ്ട് ചെയ്ത് തുടങ്ങും. അറേ എലമെൻസിനെ കൗണ്ട് ചെയ്യുമ്പോൾ 0-ൽ നിന്ന് കൗണ്ട് ചെയ്യണം. അപ്പോൾ 0-ൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് അറേ എലമെൻറ്റിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ ഇവിടെ 10 അറേ എലമെൻസാണ് ഈ കാണിച്ച ഇൻറ്റീജർ അറേ എന്ന് പറയുന്ന ഈ AR എന്ന് പറയുന്ന ഇൻറ്റീജർ അറേയിൽ സ്റ്റോർ ചെയ്യുന്നത്. ഒരേ സമയം 10 വ്യത്യസ്ത ഇൻറ്റീജർ സംഖ്യകൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അറേയാണ് AR. ഈ 10 മെമ്മറി ലൊക്കേഷനുകൾ അലോക്കേറ്റ് ചെയ്യും. 10 ഇൻറ്റീജറുകൾ സ്റ്റോർ ചെയ്യാൻ 10 മെമ്മറി ലൊക്കേഷനുകൾ വേണം. 4 ബൈറ്റ് വീതമാണ് ഒരു മെമ്മറി ലൊക്കേഷൻ. അങ്ങനെ അടുത്തടുത്ത് തന്നെയുള്ള 40 മൊത്തം 10 4 ബൈറ്റ് വീതമുള്ള മൊത്തം 40 ബൈറ്റ് മെമ്മറിയാണ്. ഈ 10 ലൊക്കേഷൻ, ഈ AR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 10 മെമ്മറി ലൊക്കേഷനുകളെയും 4 ബൈറ്റ് വീതമുള്ള ഈ 10 അടുത്തടുത്ത് കിടക്കുന്ന, ശ്രദ്ധിക്കുക, അടുത്തടുത്തുള്ള മെമ്മറികളാണ്. വാരിയബിൾ ആയിരുന്നു ഇപ്പോൾ ഇത്. അതിലേക്ക് ഞാൻ കൂടുതൽ അതിലേക്ക് വിശദമായിട്ട് പറയുന്നില്ല. നേരത്തെ പറഞ്ഞാൽ ഈ 10 ഡാറ്റകളും നമ്മൾ 10 വ്യത്യസ്ത ഇൻറ്റീജർ വാരിയബിളുകളായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. A1 B C D എന്നിങ്ങനെ 10 വ്യത്യസ്ത വാരിയബിളാണ്. 10 മെമ്മറികളും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. എന്നാൽ ഇവിടെ ഈ 10 ഡാറ്റകളും സ്റ്റോർ ചെയ്യുന്നത് ഒരേ അടുത്തടുത്തുള്ള മെമ്മറികളിലാണ്. കണ്ടോ, ഇവിടെ 0 എന്നുള്ള ഒന്നാമത്തെ ലൊക്കേഷൻ, അറേയുടെ ഒന്നാമത്തെ ലൊക്കേഷൻ, അതായത് ഒന്നാമത്തെ ഇൻഡെക്സിൽ, അതായത് 0, സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് 0,
ഫസ്റ്റ് അറേ ഇൻഡെക്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ എലിമെൻറ്റ് സ്റ്റോർ ചെയ്യും, അറേയിലെ ഒന്നാമത്തെ മാർക്ക് സ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ എന്താണോ അത് സ്റ്റോർ ചെയ്യും. രണ്ടാമത്തെ അറേ എലിമെൻറ്റ് സ്റ്റോർ ചെയ്യുന്നത് ആദ്യത്തെ അറേ എലിമെൻറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറിയുടെ തൊട്ടടുത്താണ്, നേരെ അതിനോട് ഇങ്ങനെ അടുപ്പിച്ചുള്ള മെമ്മറികളിലാണ് എപ്പോഴും, അതാണ് കണ്ടിജിയസ് മെമ്മറി എന്ന് പറയുന്നത്. അടുത്തടുത്തുള്ള മെമ്മറികളിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു അറേയിലെ വിലകൾ എപ്പോഴും തൊട്ടടുത്തുള്ള അടുത്തടുത്തുള്ള മെമ്മറികളിലായിട്ടാണ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് വളരെയധികം ഉപയോഗങ്ങളുണ്ട് അടുത്തടുത്ത്. എന്നാൽ ഒരു വാരിയബിളിൽ ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു വാരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറി ആയിരിക്കില്ല അതേ പ്രോഗ്രാമിലെ മറ്റൊരു വാരിയബിളിന് അലോക്കേറ്റ് ചെയ്യപ്പെട്ട മെമ്മറി, അല്ലെങ്കിൽ മറ്റൊരു ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന വാരിയബിളിൻ്റെ മെമ്മറി എന്ന് പറയുന്നത്. എല്ലാം യാതൊരു തരത്തിലുള്ള ബന്ധം. എന്നാൽ ഇവിടെ ഇതൊക്കെ തമ്മിൽ, ഈ അറേയിലെ എലമെൻറ്റുകളെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറികൾ തമ്മിൽ വളരെ അടുത്തടുത്ത മെമ്മറികളാണ്. ഒന്ന് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന മെമ്മറിയാണ്. അപ്പോൾ അത് കണക്റ്റഡ് ആണ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു അറേയിലെ എലമെൻറ്റുകളെല്ലാം തന്നെ കണക്റ്റഡ് ആണ്, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഇനി ഒരു അറേക്ക് ഇപ്രകാരം ഒരു അറേയുടെ ഇൻഡെക്സ് എന്താണെന്നും ഒരു അറേയിലെ ഓരോ അംഗത്തെയും ഉപയോഗിക്കണമെങ്കിൽ ആ അംഗത്തിൻ്റെ സ്ഥാനം, അറേയിലെ സ്ഥാനവില, അതായത് ഇൻഡെക്സ് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മളിവിടെ ഈ 10 മാർക്കുകൾ അല്ലെങ്കിൽ 10 നമ്പറുകൾ സ്റ്റോർ ചെയ്യുന്ന ഒരു അറേയാണ് നം എന്നത്. ഇതിൽ ഒന്നാമത്തെ മാർക്ക്, അത് മാർക്കോ എന്തോ ആവട്ടെ, ഒന്നാമത്തെ അറേ എലിമെൻറ്റിനെ എങ്ങനെ ആക്സസ് ചെയ്യാം? നം എന്ന അറേയിലെ ഒന്നാമത്തെ എലിമെൻറ്റിന് നം ഓഫ് 0 എന്ന് പറഞ്ഞാൽ അറേയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒന്നാമത്തെ അംഗം. നം ഓഫ് 1 എന്ന് പറയുമ്പോൾ അറേയിലെ രണ്ടാമത്തെ എലിമെൻറ്റ്. നം ഓഫ് 2 എന്ന് പറയുമ്പോൾ അറേയിലെ മൂന്നാമത്തെ എലിമെൻറ്റ്. ഇങ്ങനെ അറേയിലെ അവസാനത്തെ എലിമെൻറ്റ് നം ഓഫ് 9 ആയിരിക്കും. കാരണം മൊത്തം 10 ആണ്, 0 നിന്ന് തുടങ്ങിയതുകൊണ്ട് അവസാനത്തെ 0 മുതൽ 9 വരെ മൊത്തം 10 മാർക്കുകളോ അല്ലെങ്കിൽ ഡാറ്റകളോ ആണ് ഇതിൽ സ്റ്റോർ ചെയ്യുന്നത്. 10 വ്യത്യസ്ത ഇൻറ്റീജറുകളാണ് ഇതിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇതിലെ അവസാനത്തെ ലാസ്റ്റ് എലമെൻറ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്, അവസാനത്തെ അറേ എലമെൻറ്റിൻ്റെ സ്ഥാനം അല്ലെ സ്ഥാനവില എന്ന് പറയുന്നത് എപ്പോഴും അറേയുടെ സൈസിനേക്കാൾ 1 കുറവായിരിക്കും. ഈ അറേയുടെ സൈസ് എത്രയാണ്? അറേയുടെ കപ്പാസിറ്റി 10, അതായത് പരമാവധി 10 വാല്യൂസാണ് ഇതിൽ, 10 ഇൻറ്റീജറുകൾ, 10 സംഖ്യകൾ, ഇൻറ്റീജറുകളാണ് ഇതിൽ കൊള്ളുന്നത്. സൂക്ഷിക്കാൻ ഈ ഒരു അറേയിൽ ഈ ഒരു മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ 10 സൈസിനേക്കാൾ 1 കുറവെന്ന് പറഞ്ഞാൽ 9, 10 - 1 9. So the index or subscript of last element in an array is array size -1. ഒരു അറേയിലെ അവസാനത്തെ എലിമെൻറ്റിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനവില എന്ന് പറയുന്നത് എപ്പോഴും അറേയുടെ സൈസിനേക്കാൾ 1 കുറവായിരിക്കും. ഓക്കെ, സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ 0 മുതൽ 9 വരെ ഉള്ള സ്ഥാനവിലകൾ അല്ലെങ്കിൽ ഇൻഡെക്സുകളാണ് ഈ അറേയിൽ വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ വീണ്ടും ഒന്നാമത്തെ അറേ എലിമെൻറ്റ്, ഇപ്പോൾ 10 കുട്ടികളുടെ വയസ്സാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ സൂക്ഷിക്കാൻ 10 കുട്ടികളുടെ മാർക്ക് അല്ലെങ്കിൽ വയസ്സോ എന്തോ ആട്ടെ. അപ്പോൾ 10 കുട്ടികളുടെ മാർക്ക് സ്റ്റോർ ചെയ്യാൻ, ഒരു വിഷയത്തിൽ കിട്ടിയ മാർക്കാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ 10 മാർക്കുകളും ഒന്നാമത്തെ കുട്ടിക്ക് കിട്ടിയ മാർക്ക് നം ഓഫ് 0-ലുണ്ടാവും, രണ്ടാമത്തെ കുട്ടിക്ക് വിഷയത്തിൽ കിട്ടിയ മാർക്ക് നം ഓഫ് 1-ലുണ്ടാവും, മൂന്നാമത്തെ കുട്ടിക്ക് കിട്ടിയ മാർക്ക് നം ഓഫ് 2-ലുണ്ടാവും. ഇങ്ങനെ ഓരോ അടുത്തടുത്തുള്ള മെമ്മറികളിലും ഉണ്ടാകും. അപ്പോൾ നം ഓഫ് 0 കിട്ടിക്കഴിഞ്ഞാൽ നം ഓഫ് 1, നം ഓഫ് 2-ലേക്ക് പോകാൻ നമുക്ക് എളുപ്പമാണ്. ഒരു അറേ ഉപയോഗിക്കുന്നതിന്, കാരണം ഈ മെമ്മറികളെല്ലാം തന്നെ വളരെ അടുത്തടുത്താണ് ഈ ഡാറ്റകളെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഒരു അറേയുടെ പ്രത്യേകത. ഈ അറേ ഡിക്ലെയർ ചെയ്യണമെന്നും അറേയിൽ ഇപ്പോൾ ഇവിടെ ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്ന 1000 കുട്ടികളുടെ മാർക്ക് സ്റ്റോർ ചെയ്യുന്ന ഒരു അറേയുടെ പേര് സ്കോർ എന്നാണ്. അറേയുടെ തരം ഇൻറ്റീജറാണ്, ഇൻറ്റ്. അറേയുടെ സൈസ് 1000 ആണ്. അപ്പോൾ 1000 കുട്ടികളുടെ മാർക്കോ വയസ്സോ അല്ലെങ്കിൽ പോയിൻ്റ് ഇല്ലാത്ത 1000 വ്യത്യസ്ത സംഖ്യകൾ, 1000ഉം ഒരുപോലെ ഇൻറ്റീജർ ആയിരിക്കണം. 1000 ഇൻറ്റീജറുകൾ, ഒരു ഇൻറ്റീജറും ഒരു ലെറ്ററും അത് പറ്റില്ല, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ക്യാരക്ടറാണെങ്കിൽ എല്ലാം ക്യാരക്ടർ, 1000ഉം ക്യാരക്ടർ ആയിരിക്കും. അപ്പോൾ അവിടെ ക്യാർന്ന് കൊടുക്കണം. ഇവിടെ 1000 ഇൻറ്റീജേഴ്സ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു വേരിയബിളാണ് സ്കോർ, ഒരു അറേയാണ് സ്കോർ. സോ സ്കോർ എന്ന അറേ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് നോക്കുക, അതിൻ്റെ ഡിക്ലറേഷൻ.
ഇൻറ്റ് അറേയുടെ ഡാറ്റ ടൈപ്പ് സ്പേസ്, എപ്പോഴും ഡാറ്റ ടൈപ്പ് കഴിഞ്ഞ് സ്പേസ് വേണം വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഉള്ളതുപോലെ തന്നെ അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ അറേ ടൈപ്പ് സ്പേസ് അറേ നെയിം ദെൻ സൈസ് സ്ക്വയർ ബ്രാക്കറ്റിൽ പറയുക. സാധാ ബ്രാക്കറ്റിലല്ല ഇവിടെ പറയേണ്ട. ഒരു അറേയുടെ സൈസ് എപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റിൽ തന്നെ, ഇങ്ങനത്തെ ബ്രാക്കറ്റിൽ തന്നെ പറയണം. അറേ ഡിക്ലറേഷനിൽ ഇങ്ങനത്തെ ബ്രാക്കറ്റ് ഉപയോഗിക്കാവൂ. ഇനി ഇവിടെ സ്കോർ എന്ന അറേക്ക് 1000 കുട്ടികളുടെ മാർക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും. ഒരേ സമയം 1000 കുട്ടികളുടെ മാർക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ കുട്ടിയുടെ മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ അറേയെ എങ്ങനെ ഉപയോഗിക്കാം? ഇങ്ങനെ ഇപ്പോൾ സ്കോർ 1000 ആണ് സൈസ് ഇതിൻ്റെ. ഈ സ്കോർ എന്ന അറേയിൽ അല്ലെങ്കിൽ സ്കോർ എന്നുള്ള മെമ്മറിയിൽ 40 ബൈറ്റ് അല്ല, ഇവിടെ എത്ര ബൈറ്റ് വരും? 4000 ബൈറ്റ് വരും. 4 ബൈറ്റ് വീതം ഒരു ഇൻറ്റീജർ. അങ്ങനെ മൊത്തം 1000 ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ 4000 ബൈറ്റ്, അടുത്തടുത്തുള്ള 4 ബൈറ്റ് വീതമുള്ള 4000 ബൈറ്റ് മൊത്തം. അങ്ങനെ 1000 ബൈറ്റുകൾ അടുത്തടുത്ത് കിടക്കുന്ന ഈ 1000 ബൈറ്റ് മൊത്തം 4000 ബൈറ്റ്. ഈ അടുത്തടുത്തുള്ള ഈ മെമ്മറി 4000 ബൈറ്റ് മെമ്മറിയുടെയും അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷനുകളുടെയും പേര് സ്കോർ എന്നാണ്. ഇതിൽ സ്കോർ ഫസ്റ്റ് അല്ലെങ്കിൽ ആദ്യത്തെ അറേ എലമെൻറ്റ്, അതായത് ഒന്നാമത്തെ അറേയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒന്നാമത്തെ എലമെൻറ്റ് അല്ലെങ്കിൽ ഒന്നാമത്തെ കുട്ടിയുടെ മാർക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ അറേയുടെ പേരിൻ്റെ കൂടെ സ്ക്വയർ ബ്രാക്കറ്റിൽ അറേയുടെ ഇൻഡെക്സ്, ആ എലമെൻറ്റിൻ്റെ പൊസിഷൻ പറയണം. ഇപ്രകാരമാണ് ഒരു അറേയിലെ എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യുന്നത്. ഒരു അറേയിലെ ഒരു കൂട്ടം എലമെൻറ്റുകൾ സൂക്ഷിക്കുന്നു, ഒരേ തരത്തിലുള്ള എലമെൻറ്റ് സൂക്ഷിക്കാനാണ് അറേ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അറേയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഓരോ അറേ എലമെൻറ്റിനെയും ആക്സസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിക്കണമെങ്കിൽ നമ്മളൊരു ബ്രാക്കറ്റഡ് എക്സ്പ്രഷൻ ഉണ്ടാക്കേണ്ടതായിട്ട് വരും. ആ ബ്രാക്കറ്റഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒന്നാമത് അറേയുടെ അറേയിലെ എലമെൻറ്റിനെ ആക്സസ് ചെയ്യാൻ അറേയുടെ പേര്, ദെൻ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഏത് എലമെൻ്റാണോ ആ എലമെൻറ്റിൻ്റെ അറേയിലെ സ്ഥാനവില. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ 1000 കുട്ടികളുടെ മാർക്ക് സൂക്ഷിച്ചിരിക്കുന്നൊരു അറേയുടെ പേരാണ് 1000. അപ്പോൾ ഒന്നാമത്തെ കുട്ടിയുടെ മാർക്ക് കിട്ടണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പറയുക? സ്കോർ ബ്രാക്കറ്റിനകത്ത് സ്ക്വയർ ബ്രാക്കറ്റിൽ 0, സ്കോർ ഓഫ് 0. സോ സ്കോർ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോർ എന്ന അറേയിൽ 0 എന്ന ഇൻഡെക്സിലുള്ള അല്ലെങ്കിൽ പൊസിഷനിലുള്ള സ്ഥാനത്തുള്ള ഡാറ്റ അല്ലെങ്കിൽ അംഗം, എലമെൻറ്റ് ആണ് ലഭിക്കുന്നത്. ഇങ്ങനെ പോകുമ്പോൾ അപ്പോൾ അവസാനത്തെ കുട്ടിയുടെ മാർക്ക് കിട്ടുന്നത് സ്കോർ ഓഫ് 999 എന്ന്. അപ്പോൾ അവിടെ ഇൻഡെക്സ് 999 ആണ്. എല്ലായ്പ്പോഴും അവസാനത്തെ അറേ എലമെൻറ്റിൻ്റെ ഇൻഡെക്സ്, ഒരു അറേയിലെ ലാസ്റ്റ് എലമെൻറ്റ്, അവസാന അംഗത്തിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് അറേയുടെ മൊത്തം സൈസിനേക്കാൾ 1 കുറവായിരിക്കും. നോക്കുക, അവിടെ 1000 ആണ് അറേയുടെ സൈസ്, അറേയുടെ കപ്പാസിറ്റി, അതിനേക്കാൾ 1 കുറവാണ്, 1999 ആണ്. സോ സ്കോർ ഓഫ് 999 എന്ന് പറയുമ്പോൾ അവസാനത്തെ കുട്ടിയുടെ മാർക്ക് കിട്ടും. ഇതാണ് ഒരു അറേ. ഇങ്ങനെ നമുക്ക് 1000 കുട്ടികളുടെ മാർക്ക് പ്രോസസ്സ് ചെയ്യാൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇങ്ങനൊരു ആ മാർക്കുകളെല്ലാം തന്നെ ഇങ്ങനെ ഒരു അറേയിൽ ഒറ്റ പേരിൽ സൂക്ഷിക്കുന്നതുകൊണ്ട്. അപ്പോൾ നമ്മളിവിടെ പേര് 1000 ഡാറ്റകളുടെയും സൂക്ഷിച്ചിരിക്കുന്ന മെമ്മറി ലൊക്കേഷൻ്റെ പേര് സ്കോർ എന്നാണ്. എന്നാൽ ആ ഓരോ ഡാറ്റകളെയും വേറിട്ട് കിട്ടണമെങ്കിൽ 1000 ഡാറ്റകൾ കൂടെ അടുത്തടുത്തുള്ള മെമ്മറികളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതിൽ ഓരോ ഡാറ്റകളും കിട്ടണമെങ്കിൽ അതിന് അറേയുടെ പേരിൻ്റെ കൂടെ ആ എലമെൻറ്റിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇനി ഒരു അറേക്ക് എപ്രകാരമാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഒരു അറേക്ക് മെമ്മറി എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ഒരു അറേ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം, ഒരേ തരത്തിലുള്ള ഒരു കൂട്ടം അടുത്തടുത്ത മെമ്മറികളിലായിട്ട് അടുത്തടുത്തുള്ള മെമ്മറി ലൊക്കേഷനുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരേ തരത്തിലുള്ള ഒരു കൂട്ടം ഡാറ്റകളെയാണ് അറേ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അറേക്ക് ഒരു കൂട്ടം ഡാറ്റകൾ സ്റ്റോർ ചെയ്യേണ്ടതുണ്ട്. ഒരു അറേയിൽ സ്റ്റോർ ചെയ്യും. ഇതുപോലെ 1000 10 വിലകൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സൂക്ഷിക്കാൻ കഴിയണമെങ്കിൽ മെമ്മറി വേണം. സൂക്ഷിക്കാൻ എപ്പോഴും മെമ്മറി വേണം. എന്ത് കാര്യവും ശേഖരിച്ച് വെക്കുന്നതിന് മെമ്മറി വേണം. അപ്പോൾ അത് 1 ആണെങ്കിലും ഒരു 1000 ആണെങ്കിലും 100 ആണെങ്കിലും മെമ്മറി അലോക്കേറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഒരു അറേക്ക് എങ്ങനെയാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്? കാരണം ഒരു അറേയിൽ ഒന്നിൽ കൂടുതൽ
അംഗങ്ങളുണ്ട് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഉണ്ട്. സാധാരണ ഒരു വാരിയബിൾ എന്ന് പറയുമ്പോൾ ഒരു വാരിയബിളിൽ നമ്മൾ അറ്റ് എ ടൈം ഒരു വാല്യൂ ഒരംഗത്തെ മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ, സൂക്ഷിക്കുകയുള്ളൂ. എന്നാൽ ഒരു അറേയിൽ ഒരേപോലുള്ള ഒന്നിൽ കൂടുതൽ അംഗങ്ങളുണ്ട്, ഒരേപോലുള്ള ഒന്നിൽ കൂടുതൽ ഇൻറ്റീജറുകൾ, അല്ലെങ്കിൽ ഒരേപോലുള്ള ഒന്നിൽ കൂടുതൽ ക്യാരക്ടറുകൾ, ലെറ്ററുകൾ, സിമ്പലുകൾ, അല്ലെങ്കിൽ ഒരേപോലുള്ള ഒന്നിൽ കൂടുതൽ ദശാംശ സംഖ്യകൾ, ഫ്ലോട്ടോ ഡബിളോ, ഇതൊക്കെയാണ് ഒരു അറേ എന്ന് പറയുന്നത്. സോ ഇനി ഒരു അറേക്ക് എങ്ങനെയാണ് C++ൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അറേ മെമ്മറി അലോക്കേഷൻ ഒരു ഫോർമുല വരുന്നുണ്ട് ഇതിൽ. ആ ഫോർമുല പഠിക്കണം. അപ്പോൾ അതിതാണ് ഒരു അറേക്ക് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി. എത്ര മെമ്മറിയാണ്, ഏത് അറേ ആണെങ്കിലും ആ അറേക്ക് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി എങ്ങനെയാണെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അറേക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്? ഒരു അറേക്ക് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി അറേയുടെ ഡാറ്റ ടൈപ്പിനും അറേയുടെ വലിപ്പം അല്ലെങ്കിൽ അറേയിലെ എലമെൻസിൻ്റെ എണ്ണം, അറേയിലെ അംഗങ്ങളുടെ എണ്ണത്തിനും അനുസരിച്ചാണ് വ്യത്യാസപ്പെടുന്നത്. സോ ദ മെമ്മറി അലോക്കേറ്റഡ് ഫോർ ആൻ അറേ ഡിപ്പെൻഡ്സ് ഓൺ, ഒരു അറേക്ക് കൊടുക്കുന്ന മെമ്മറി എന്തിനെല്ലാം ആശ്രയിച്ചിരിക്കുന്നു? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ടൈപ്പ് ഓഫ് ദി അറേ എലിമെൻറ്റ്, ഒരു അറേയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡാറ്റകളുടെ തരം, അതുപോലെ ആ ഡാറ്റകളുടെ എണ്ണം, അറേയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡാറ്റകളുടെ എണ്ണം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു അറേക്ക് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി എന്ന് പറയുന്നത് വാരിയബിളിന് അലോക്കേറ്റ് ചെയ്യുന്ന പോലെയല്ല. ഒരു വാരിയബിളിന് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി എന്ന് പറയുന്നത് ആ വാരിയബിളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡാറ്റയുടെ തരം മാത്രം നോക്കിയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്, അതായത് അതിൻ്റെ അറേയുടെ ആ വാരിയബിൾ ടൈപ്പ് മാത്രം. എന്നാൽ ഇവിടെ തരം മാത്രം പോരാ, അറേയുടെ തരവും അറേയിലെ അംഗങ്ങളുടെ എണ്ണം, ഇത് രണ്ടും കൂടെ ചേർന്നാണ് അറേക്ക് എത്ര മെമ്മറി അലോക്കേറ്റ് ചെയ്യണം, എത്ര ബൈറ്റ് മെമ്മറിയാണ് ഓരോ അറേക്കും കൊടുക്കേണ്ടതെന്ന് കമ്പൈലർ GCC ദാറ്റ് മീൻസ് C++ കമ്പൈലറിനെ തീരുമാനിക്കാൻ സഹായിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഇതിൻ്റെ ഒരു കോമൺ ഫോർമാറ്റ് കൊടുത്തിരിക്കുന്നു. നോക്കുക, ഒരു അറേ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. സപ്പോസ് അറേയുടെ സൈസ്, അറേയുടെ പേര് നം എന്നാണ്, അറേയുടെ സൈസ് 5 ആണ്. അതായത് 5 ഇൻറ്റീജറുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അറേയാണ് നം. ഈ നമ്മിൻ്റെ ഒരു വിഷ്വലൈസേഷൻ കൊടുത്തിരിക്കുന്നത് നോക്കാം. മെമ്മറിയിൽ എങ്ങനെയായിരിക്കും നം എന്ന പേരിൽ എങ്ങനെയായിരിക്കും മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നു. നോക്കുക, ഇവിടെ നം ഓഫ് 0 ആദ്യത്തെ 4 ബൈറ്റുകൾ, അതായത് 4 വ്യത്യസ്ത ഇൻറ്റീജറുകൾ, ഒരു ഇൻറ്റീജർ സ്റ്റോർ ചെയ്യാൻ 4 ബൈറ്റ്. അപ്പോൾ ഈ 4 ബോക്സുകൾ എന്ന് ഉപയോഗിക്കുന്നത് 1 ബൈറ്റ് വീതമുള്ള 4 മെമ്മറികളാണ്. ഈ 4 ബൈറ്റ് മെമ്മറി, ആദ്യത്തെ 4 ബൈറ്റ് മെമ്മറി 1000, 1001, 1002, 1003 എന്ന് പറയുന്ന അടുത്തടുത്ത് കിടക്കുന്ന 4 മെമ്മറി ലൊക്കേഷനുകൾ. ഈ മെമ്മറി ലൊക്കേഷനുകളുടെ അഡ്രസ്സാണ് 1000, 1000, 1001, 1002, 1003 എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിനെ ബേസ് അഡ്രസ് എന്ന് പറയും. ഒരു അറേയിൽ അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറിയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്, അതായത് ഒരു അറേക്ക് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇൻറ്റീജർ അറേ നം എന്ന അറേക്ക് സൈസ് 5 ആണെന്ന് പറഞ്ഞു. അപ്പോൾ 5 ഗുണിക്കണം 4, 20 ബൈറ്റാണ് നം എന്നുള്ള പേരിൽ റിസർവ് ചെയ്യുന്നത്. 20 ബൈറ്റ് മെമ്മറി, ഒരു ഇൻറ്റീജറിന് 4 ബൈറ്റ് വെച്ച് മൊത്തം 5 ഇൻറ്റീജറുകൾ സ്റ്റോർ ചെയ്യാൻ 5 ഗുണം 4, 20 ബൈറ്റ് മെമ്മറിയാണ് ഈ അറേ നം എന്നുള്ള അറേക്ക് അലോക്കേറ്റ് ചെയ്യുന്നത് C++ൽ. ആ 20 ബൈറ്റുകൾ എങ്ങനെയായിരിക്കും എന്നാണ് പറഞ്ഞത്. അതിൽ 20 ബൈറ്റിൽ സ്റ്റാർട്ടിങ് 1 ബൈറ്റ്, ഒരു ബൈറ്റ് അങ്ങനെ 20 ബൈറ്റുകൾ ഉണ്ടായിരിക്കും, അടുത്തടുത്തുള്ള 20 ബൈറ്റുകൾ. ഇതിൽ ആദ്യത്തെ 20 ബൈറ്റുകളിലെ ആദ്യത്തെ ബൈറ്റിന് അടുത്തടുത്ത് കിടക്കുന്ന ഈ 20 ബൈറ്റ് മൊത്തത്തിൽ 20 ബൈറ്റ് സൈസ് വരുന്ന ഈ 1 ബൈറ്റ് വീതമുള്ള ഓരോ മെമ്മറി ലൊക്കേഷനുകളും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ 1 ബൈറ്റിൽ ഒരു ബൈറ്റ് വീതമുള്ള 20 ബോക്സുകൾ, 20 മെമ്മറി ലൊക്കേഷനുകൾ, അടുത്തടുത്ത് കിടക്കുന്ന മെമ്മറി ലൊക്കേഷനുകളാണ് നം എന്ന പേരിൽ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ നമ്മിൽ സ്റ്റോർ ചെയ്യുന്ന ഓരോ അംഗത്തിനും ഈ ലൊക്കേഷൻസ് അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇതിലെങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്ത് നോക്കുക. നം ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അറേ എലമെൻറ്റ്, നം എന്ന അറേയിലെ ഒന്നാമത്തെ എലമെൻറ്റ്, ഒന്നാമത്തെ അംഗം. അതിനു വേണ്ടി
4 ബൈറ്റ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നു. ആ 4 ബൈറ്റിൽ ഒന്നാമത്തെ അറേ എലമെൻറ്റിന് അനുവദിച്ച മെമ്മറിയിലെ സ്റ്റാർട്ടിംഗ് മെമ്മറിയുടെ അഡ്രസ്, ദാറ്റ് ഈസ് ഈ ഒരു ബോക്സ് 1000 എന്നത്, ഇതിനെയാണ് ഈ അറേയുടെ ബേസ് അഡ്രസ് എന്ന് പറയും. സോ ഏത് അറേയുടെയും ആദ്യത്തെ ഒന്നാമത്തെ അറേ എലമെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്, അറേ എലമെൻറ്റിൻ്റെ മെമ്മറി ലൊക്കേഷൻ്റെ സ്റ്റാർട്ടിംഗ് മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സിനെയാണ് ബേസ് അഡ്രസ് എന്ന് പറയുന്നത്. ബേസ് അഡ്രസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു അറേയുടെ ബേസ് അഡ്രസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി അഡ്രസ് ഓഫ് ദി സ്റ്റാർട്ടിംഗ് മെമ്മറി ലൊക്കേഷൻ ഓഫ് ദി ഇനീഷ്യൽ ഓർ ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദി അറേ. ഇനി ഇവിടെ num0 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അറേ എലമെൻറ്റ്, നം എന്ന അറേയിലെ ഒന്നാമത്തെ എലമെൻറ്റിൻ്റെ ആ ഓരോ എലമെൻറ്റിനും 4 ബൈറ്റ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ എലമെൻറ്റിന് 4 ബൈറ്റ്, അടുത്ത രണ്ടാമത്തെ എലമെൻറ്റ് നം ഓഫ് 1 അതിന് 4 ബൈറ്റ്, അടുത്ത എലമെൻറ്റിന് 4 ബൈറ്റ്, അങ്ങനെ 4 4 8 12 ബൈറ്റ്, 16 20, അങ്ങനെ 20 ബൈറ്റ് മൊത്തം. അപ്പോൾ ഇതിൽ ഓരോ 4 ബൈറ്റിലും നമുക്കൊരു ഇൻറ്റീജർ വാല്യൂ സ്റ്റോർ ചെയ്യാം, ഒരു പോയിന്റ് ഇല്ലാത്ത നമ്പർ സ്റ്റോർ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ വരുന്നത്. ഇനി ഇവിടെ പറഞ്ഞത് അറേ മെമ്മറി അലോക്കേഷൻ, ഒരു അറേക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്, കോമൺ സിൻടാക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ടോട്ടൽ ബൈറ്റ്സ് ഇസ് ഈക്വൽ ടു എത്ര ബൈറ്റ് മെമ്മറി ഒരു അറേക്ക് കൊടുക്കുന്നത്, സൈസ് ഓഫ് അറേ ടൈപ്പ് ഇൻറ്റു സൈസ് ഓഫ് അറേ. അറേയുടെ ഒരു അറേക്ക് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, C++. എത്ര മെമ്മറി ഒരു അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിക്ലറേഷൻ നോക്കി കൊടുക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു മെത്തേഡ് വെച്ചാണ്. അതായത് ടോട്ടൽ ബൈറ്റ്സ് അലോക്കേറ്റഡ് ടു an array is equal to size of the array type multiplied by size of array. ഒരു അറേക്ക് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി ബൈറ്റുകളിൽ എങ്ങനെയായിരിക്കും, അറേയുടെ ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് മൾട്ടിപ്ലൈഡ് ബൈ അറേയുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ അറേയുടെ എലമെൻസിൻ്റെ എണ്ണം, അറേയിലെ എലമെൻസിൻ്റെ എണ്ണം, അറേയിലെ അംഗങ്ങളുടെ എണ്ണം. അതാണ് സൈസ് ഓഫ് അറേ മീൻസ് അറേയിലെ അംഗങ്ങളുടെ എണ്ണം, എത്ര ഡാറ്റകളാണ് അറേയിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഫ്ലോട്ട് എ ഓഫ് 10 ഒരു അറേ ഡിക്ലറേഷൻ ശ്രദ്ധിക്കുക. 10 ഫ്ലോട്ടിംഗ് പോയിന്റ് സംഖ്യകൾ, 10 ചെറിയ ദശാംശ സംഖ്യകൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു അറേയാണ്. അറേയുടെ പേര് എ എന്നത് 10 വ്യത്യസ്തമായിട്ടുള്ള ഈ 10 വ്യത്യസ്ത നമ്പറുകളാണ് ഇതിൽ സ്റ്റോർ ചെയ്യുന്നതെങ്കിലും ആ നമ്പറുകളെല്ലാം സ്റ്റോർ ചെയ്യുന്ന ലൊക്കേഷനുകൾ അടുത്തടുത്തായിരിക്കും. മെമ്മറി ലൊക്കേഷനുകൾ ഈ 10 മെമ്മറികളും അടുത്തടുത്തായിരിക്കും. അതാണ് അറേയുടെ പ്രത്യേകത. ഈ 10 ഫ്ലോട്ട് എ എന്ന അറേക്ക് എത്ര ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും, 40 ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് 40 വന്നത്. അറേയുടെ പേര് എ, അറേയുടെ തരം ഫ്ലോട്ടാണ്. എത്തരത്തിലുള്ള ഡാറ്റകളാണ് എ എന്ന അറേയിൽ സ്റ്റോർ ചെയ്യുന്നത്, 10 വ്യത്യസ്ത ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ആണ്, ഫ്ലോട്ടുകളാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ സ്റ്റോർ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിൻ്റെ സൈസ്, ഓരോ ഡാറ്റ ടൈപ്പിനും സൈസും റേഞ്ചും കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പിൽ ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് 4 ബൈറ്റാണ്. അപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ സ്റ്റോർ ചെയ്യാൻ 4 ബൈറ്റ്. അങ്ങനെ 10 എണ്ണം സ്റ്റോർ ചെയ്യാൻ 10 ഗുണിക്കണം 4 സമം 40 ബൈറ്റ്. അപ്പോൾ മൊത്തം ഈ 10 ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ അല്ലെങ്കിൽ 10 ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറുകൾ സ്റ്റോർ ചെയ്യാൻ എ എന്ന പേരിൽ 40 ബൈറ്റ് സക്സസീവ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനുകളാണ് കൊടുക്കുന്നത്. എ എന്ന പേരിൽ അടുത്തടുത്ത് കിടക്കുന്ന 40 ബൈറ്റ് മെമ്മറി കൊടുക്കും, മൊത്തം 40 ബൈറ്റ്. ഓക്കെ, ആ 40 ബൈറ്റിൽ ഓരോ 4 ബൈറ്റിലും ഒരു എലമെൻറ്റ് സ്റ്റോർ ചെയ്യുന്നു. ആ അറേയിലെ ഓരോ എലമെൻറ്റ്സും സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ ഇത് അറേയുടെ സൈസ് 10 ആണ്. മാക്സിമം 10 നമ്പറുകൾ ഇതിൽ സ്റ്റോർ ചെയ്യാം. 10 വെയിറ്റ്, 10 ഹൈറ്റ്, അങ്ങനെ പല വാല്യൂസും സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഒരു അറേ ഇനീഷ്യലൈസേഷനാണ്. അറേ ഇനീഷ്യലൈസേഷൻ വേരിയബിളുകളെ പോലെ തന്നെ ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ്, ഒന്നിൽ കൂടുതൽ ഡാറ്റകൾ സ്റ്റോർ ചെയ്യാനാണ് അറേ ഉപയോഗിക്കുന്നത് പറഞ്ഞു. വേരിയബിളിൽ ഒരു സമയം ഒരു ഡാറ്റയെ സ്റ്റോർ ചെയ്യുള്ളൂ. അപ്പോൾ വേരിയബിളുകൾക്ക് ബാധകമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറേക്കും ബാധകമാണ്. ഇപ്പോൾ വേരിയബിളുകൾ ഡിക്ലെയർ ചെയ്യണം ഉപയോഗിക്കുന്നതിന് മുമ്പ്, അതുപോലെ അറേകളും ഡിക്ലെയർ ചെയ്യണം. അറേ ഡിക്ലറേഷൻ്റെ സിൻടാക്സ് പറഞ്ഞു. ഇനി അറേ ഇനീഷ്യലൈസേഷൻ എന്നാൽ എന്താണ്,
നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും വാരിയബിൾ ഇനീഷ്യലൈസേഷൻ. ഒരു വാരിയബിളിനെ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഡിക്ലെയർ ചെയ്യണം എന്ന് പറഞ്ഞു. ഡിക്ലെയർ ചെയ്യുമ്പോൾ ഡാറ്റ ടൈപ്പ് സ്പേസ് വാരിയബിൾ നെയിം എന്ന് പറഞ്ഞ് സെമിക്കോളനിട്ട് അവസാനിപ്പിക്കുകയാണ് പതിവ്. എന്നാൽ അങ്ങനെ അവസാനിപ്പിക്കുന്നതിന് പകരം ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ കൂടെ ആ വാരിയബിളിലെ തുടക്കവില ഇനീഷ്യൽ വാല്യൂ അതിലേക്ക് കൊടുക്കുക കൂടി ചെയ്താൽ, അതായത് ഒരു വാരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നതോടൊപ്പം അതിനെ ഇനീഷ്യലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ തുടക്കവില അതിലേക്ക് കൊടുക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ, രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് വാരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നതെന്ന് കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ ഒരു അറേ വാരിയബിളിനെ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാവുന്നതാണ്. ഒരു അറേ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് ഉണ്ട്, ഒന്നിൽ കൂടുതൽ അംഗങ്ങളുണ്ട്. അപ്പോൾ അറേയിലെ എല്ലാ എലമെൻറ്റുകളുടെയും തുടക്കവില വേണമെങ്കിൽ നമുക്ക് അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ കൊടുക്കാം. ഓക്കെ, അതിനെയാണ് അറേ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇനീഷ്യലൈസിങ് ആൻ അറേ മീൻസ് ഗിവിങ് ഇനീഷ്യൽ വാല്യൂ ഓർ സ്റ്റാർട്ടിംഗ് വാല്യൂ ഫോർ ഈച്ച് എലമെൻറ്റ് ഇൻ ആൻ അറേ. ഒരു അറേയിലെ ഓരോ അംഗത്തിനും ഒരു തുടക്കവില കൊടുക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ തുടക്കവില കൊടുക്കുന്നു, അത് അറേ പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെയാണെങ്കിൽ അതിനെയാണ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഗിവിങ് ഇനീഷ്യൽ വാല്യൂ ടു ദി അറേ എലമെൻറ്റ്സ് അറ്റ് ദ ടൈം ഓഫ് അറേ ഡിക്ലറേഷൻ ഈസ് കോൾഡ് അറേ ഇനീഷ്യലൈസേഷൻ. ഒരു അറേയിലെ ഓരോ അംഗത്തിനും അറേ ഡിക്ലെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു തുടക്കവില കൊടുക്കുന്നതിനെയാണ് അറേ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ വാരിയബിൾ ഇനീഷ്യലൈസേഷനിൽ നിന്ന് അറേ ഇനീഷ്യലൈസേഷനിൽ വരുന്ന വ്യത്യാസം, ഒന്നിൽ കൂടുതൽ വിലകൾ ഇനീഷ്യലൈസ് ചെയ്യാനുള്ളത് കൊണ്ട് ഒന്നിൽ കൂടുതൽ വിലകൾ ഒരു അറേയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ഡാറ്റകളുടെയും ഓരോ അറേ എലമെൻറ്റിൻ്റെയും അറേ അംഗത്തിൻ്റെയും തുടക്കവില ഇനീഷ്യൽ വാല്യൂ കോമ സെപ്പറേറ്റഡ് ആയിട്ട് ബ്രേസസിനുള്ളിൽ കൊടുക്കണം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Here the values must be included in braces as shown in the following. അതായത് ഡബിൾ ബ്രാക്കറ്റ് അല്ലെങ്കിൽ കേളി ബ്രാക്കറ്റിനുള്ളിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്, ഇവിടെ അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ അറേയുടെ സൈസ് പറയാൻ സ്ക്വയർ ബ്രാക്കറ്റാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ആ അറേ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ ഒരു അറേയിലെ അംഗങ്ങൾക്ക് തുടക്കവില അറേ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ കൊടുക്കുന്നതിനാണ് അറേ ഇനീഷ്യലൈസേഷൻ. ആ തുടക്കവില കൊടുക്കുന്നത് എപ്പോഴും കേളി ബ്രാക്കറ്റ് അല്ലെങ്കിൽ ബ്രേസസിനുള്ളിലായിരിക്കണം. അപ്പോൾ ഇങ്ങനെ അറേ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ അറേ എലമെൻസിൻ്റെ ഇനീഷ്യൽ വാല്യൂ കൊമ സെപ്പറേറ്റഡ് ആയിട്ട് ബ്രേസസിനുള്ളിൽ കൊടുക്കണം. കാരണം ഇവിടെ അപ്പോൾ ഈ രണ്ട് പങ്ക്ച്വേറ്ററുകൾ നിങ്ങൾ പഠിച്ചു, ഒന്ന് സ്ക്വയർ ബ്രാക്കറ്റ്, മറ്റൊന്ന് കേളി ബ്രാക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ കേളി ബ്രാക്കറ്റ് അറേ ഇനീഷ്യലൈസ് ചെയ്യുമ്പോഴാണ് ആവശ്യം. സ്ക്വയർ ബ്രാക്കറ്റ് അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ അറേയുടെ സൈസ് പറയേണ്ടത് സ്ക്വയർ ബ്രാക്കറ്റിലാണ്. കേളി ബ്രാക്കറ്റിനകത്താണ് അറേ എലമെൻസിൻ്റെ ഓരോന്നിൻ്റെയും ഇനീഷ്യൽ വാല്യൂ തുടക്കവില കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻറ്റ് സ്കോർ ഓഫ് 5 = 5 വ്യത്യസ്ത ഇൻറ്റീജറുകൾ സ്റ്റോർ ചെയ്യുന്ന ഒരു അറേയുടെ പേരാണ് സ്കോർ. 5 കുട്ടികളുടെ മാർക്ക്, ഒരു വിഷയത്തിൽ കിട്ടിയ മാർക്ക്, അല്ലെങ്കിൽ 5 കുട്ടികളുടെ ഏജ്, വയസ്സ്, 5 വ്യത്യസ്ത സംഖ്യകൾ സ്റ്റോർ ചെയ്യുന്നൊരു അറേയുടെ പേരാണ് സ്കോർ. അതിൻ്റെ സൈസ് 5 ആണ്. അറേയുടെ പേര് സ്കോർ. 5ഉം ഇൻറ്റീജറുകളാണ്, പോയിന്റ് ഇല്ലാത്ത 5 സംഖ്യകൾ. ഓക്കെ, ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ പോയിന്റ് ഇല്ലാത്ത എണ്ണൽ സംഖ്യകൾ. അപ്പോൾ ഈ അറേയുടെ 5 എലമെൻറ്റ്സ് ഉണ്ട്. ഈ അറേയിൽ ഇതിൽ ഒന്നാമത്തെ അറേ എലമെൻറ്റ് എന്ന് പറയുന്നത് 98 ആണ്. ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദി അറേ ഈസ് 98. അപ്പോൾ എങ്ങനെയായിരിക്കും അതിനെ ആക്സസ് ചെയ്യുക? അതിനെ യൂസ് ചെയ്യുക സ്കോർ ഓഫ് 0. സ്കോർ എന്ന് കഴിഞ്ഞിട്ട് സ്ക്വയർ ബ്രാക്കറ്റിൽ 0. രണ്ടാമത്തെ അറേ എലമെൻറ്റ് കിട്ടണമെങ്കിൽ സ്കോർ ഓഫ് 1. മൂന്നാമത്തെ അറേ എലമെൻറ്റ് സ്കോർ ഓഫ് 2. ഇങ്ങനെ അവസാനത്തെ അറേ എലമെൻറ്റ് സ്കോർ ഓഫ് 4 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ സ്കോർ ഓഫ് 0 98 ആണ്. ഇവിടെ ഒന്നാമത്തെ അറേ എലമെൻറ്റിൻ്റെ തുടക്കവില 98. രണ്ടാമത്തെ അറേ അംഗത്തിൻ്റെ ഇനീഷ്യൽ വാല്യൂ തുടക്കവില എന്ന് പറയുന്നത് 87. മൂന്നാമത്തെ അറേ എലമെൻറ്റിൻ്റെ തുടക്കവില 92. അങ്ങനെ അവസാനത്തെ അറേ എലമെൻറ്റിൻ്റെ തുടക്കവില 85. ഇങ്ങനെ 5 എലമെൻസിൻ്റെയും ഒരു ഇനീഷ്യൽ വാല്യൂ അറേ പ്രഖ്യാപിക്കുന്നതോടുകൂടെ തന്നെ ബ്രാക്കറ്റിനകത്ത് കൊടുക്കുന്നതിനെയാണ്, കോമ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് അറേ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിവിടെ 3 വ്യത്യസ്ത അറേകൾ, ഈ ഒരു ഇൻറ്റീജർ അറേ, പിന്നീട് ഒരു ക്യാരക്ടർ അറേ, പിന്നീട് ഒരു ഫ്ലോട്ട് അറേ, ഇവ ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ ക്യാരക്ടർ അറേ ആവുമ്പോൾ നേരത്തെ പറഞ്ഞ ഇൻറ്റീജർ അറേയിൽ നിന്നും ഫ്ലോട്ട് അറേയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ക്യാരക്ടർ അറേ ആണെങ്കിൽ, ക്യാരക്ടർ അറേ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ക്യാരക്ടറുകൾ, ചിഹ്നങ്ങൾ അല്ലെങ്കിൽ ലെറ്ററുകൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന അറേയാണ് ക്യാരക്ടർ അറേ.
ഇവിടെ കോഡ് എന്നാണ് ക്യാരക്ടർ അറേയുടെ പേര്. കോഡ് 6 ലെറ്ററുകൾ അല്ലെങ്കിൽ 6 ചിഹ്നങ്ങൾ അല്ലെങ്കിൽ 6 ക്യാരക്ടറുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അറേയാണ് കോഡ്. അറേയുടെ പേര് കോഡ്. അപ്പം ഈ 6 അറേ എലിമെന്റ്സിനെയും ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത് സിംഗിൾ കൊട്ടേഷനിൽ ഇട്ടുകൊണ്ടാണ്. കാരണം ഇവിടെ 6 ക്യാരക്ടർ കോൺസ്റ്റന്റുകൾ, ക്യാരക്ടർ ലിറ്ററലുകളാണ് ഈ അറേയിൽ, ഈ കോഡ് എന്ന അറേയിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ക്യാരക്ടർ കോൺസ്റ്റന്റും, ഓരോ ക്യാരക്ടർ കോൺസ്റ്റന്റോ ക്യാരക്ടർ ലിറ്ററലിൻ്റെയോ ഡെഫിനിഷൻ നിങ്ങൾ ഓർമ്മയുണ്ടായിരിക്കും നിങ്ങൾക്ക്. അതായത് എ സിംഗിൾ ക്യാരക്ടർ ഇൻ സിംഗിൾ കൊട്ടേഷൻ ഈസ് കോൾഡ് എ ക്യാരക്ടർ കോൺസ്റ്റന്റ്. അപ്പോൾ 6 ക്യാരക്ടർ കോൺസ്റ്റന്റ് പറയുമ്പോൾ ഓരോ കോൺസ്റ്റന്റും സിംഗിൾ കൊട്ടേഷനിൽ പറയണം, കോമ സെപ്പറേറ്റഡ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ അത് ബാക്കിയുള്ള അറേകളിൽ, അതായത് ഇപ്പോൾ ഇൻറ്റീജർ അറേ, ഫ്ലോട്ട് അറേ, ഡബിൾ അറേ, ഇവയ്ക്കൊന്നും അറേ എലമെന്റ്സിനെ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അറേയിലെ എലമെന്റ്സിന്റെ വാല്യൂ പറയുമ്പോൾ കൊട്ടേഷൻ ആവശ്യമില്ല. എന്നാൽ ക്യാരക്ടർ അറേ ആണെങ്കിൽ അതിലെ ഓരോ എലമെന്റിനെയും സിംഗിൾ കൊട്ടേഷനിൽ കാണിക്കണം. ഇതുപോലെ 7 ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ്, 7 കുട്ടികളുടെ GPA, ഗ്രേഡ് പോയിന്റ് ആവറേജ്, വെയ്റ്റഡ് ഗ്രേഡ് പോയിന്റ് ആവറേജ്, WGPA സ്റ്റോർ ചെയ്യുന്നതിനുള്ള ഒരു അറേ ആണ്. അതിൻ്റെ ഇനീഷ്യലൈസേഷൻ നോക്കുക. 7 ദശാംശ സംഖ്യകൾ സ്റ്റോർ ചെയ്യുന്നതിനുള്ള, സൂക്ഷിക്കാനുള്ള ഒരു അറേയാണ് WGPA. WGPA എന്ന അറേയിൽ 7 വാല്യൂസ് ഇപ്രകാരമാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നത് നോക്കുക. ഇങ്ങനെയാണ്. ഒന്നാമത്തെ അറേ എലിമെന്റിന്റെ ഇനീഷ്യലൈസ് 9.60, രണ്ടാമത്തെ അറേ എലിമെന്റിന്റെ ഇനീഷ്യൽ വാല്യൂ 6.43, അങ്ങനെ അവസാനത്തെ അറേ എലിമെന്റ് വരും. അപ്പോൾ ഏത് ഓർഡറിലാണോ അറേ എലിമെന്റ്സിന്റെ അറേയിലെ വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ ഏത് ഓർഡറിലാണോ എഴുതുന്നത് അതേ ഓർഡറിൽ അതാത് അറേ എലിമെന്റുകൾ ആ വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് ഇനീഷ്യലൈസ് ചെയ്യപ്പെടും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ 9.60 എന്ന് പറഞ്ഞാൽ WGPA ഓഫ് 0, ഒന്നാമത്തെ അറേ എലിമെന്റ് അറേയുടെ പേര് WGPA. അപ്പോൾ ഒന്നാമത്തെ അറേ എലിമെന്റിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യുക? WGPA ബ്രാക്കറ്റിൽ സ്ക്വയർ ബ്രാക്കറ്റിൽ 0 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അറേ എലിമെന്റ്, അതായത് 9.60. അപ്പോൾ ഒന്നാമത്തെ എലിമെന്റ്, ഇവിടെ ഇനീഷ്യലൈസേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന, ബ്രേസസിനുള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒന്നാമത്തെ വാല്യൂ ഒന്നാമത്തെ അറേ എലിമെന്റിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ വാല്യൂ രണ്ടാമത്തെ അറേ എലിമെന്റിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഏത് ക്രമത്തിലാണോ ഇനീഷ്യലൈസ് ചെയ്യപ്പെട്ടത് അതേ ക്രമത്തിൽ അതാത് അറേ അംഗങ്ങൾ അല്ലെങ്കിൽ അറേ എലിമെന്റ്സ് ആ വാല്യൂ എഴുതിയ ഓർഡറിൽ കിട്ടുന്നു. അതാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം. അപ്പോൾ ഇവിടെ അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ സൈസ് ഇനീഷ്യലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകിച്ചൊരു വ്യത്യാസം നോക്കുക. നം എന്നൊരു ഇൻറ്റീജർ അറേ, അതിന് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇത് ഡിക്ലറേഷനുമാണ്, അതോടൊപ്പം തന്നെ അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ അറേയിലെ എലമെൻറ്റുകളുടെ തുടക്കവിലയും കൊടുത്തിരിക്കുന്നു. ഇതിനാണ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അറേ ഇനീഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ അറേയുടെ സൈസ് നിർബന്ധമില്ല. ഓക്കെ, നേരെ മറിച്ച് ഡിക്ലെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇനീഷ്യലൈസേഷൻ ഇല്ലെങ്കിൽ, അതായത് ഇതുവരെ മാത്രമേ ഉള്ളൂ. ഇൻറ്റ് നം നമുക്ക് പറഞ്ഞിട്ട് സെമിക്കോൺ ഇടാൻ പറ്റില്ല, ഈ ബ്രാക്കറ്റ് ഒഴിച്ചിടാൻ പറ്റില്ല. നേരെ മറിച്ച് ഇൻറ്റ് നം ഈക്വൽ ടു അതിൻ്റെ ഇനീഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ സൈസ് ഓപ്ഷണലാണ്. ദാറ്റ് മീൻസ് ദി സൈസ് ഓഫ് an array can be optional in an array initialization. While declaring an array size is essential. ഒരു അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ അറേയുടെ സൈസ് നിർബന്ധമായിട്ടും പറയണം, അറേയുടെ പേര് കഴിഞ്ഞ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത്. എന്നാൽ അറേ ഇനീഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ സൈസ് നിർബന്ധമില്ല. സൈസ് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല, വേണമെങ്കിൽ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നം എന്ന അറേയുടെ സൈസ് പറഞ്ഞിട്ടില്ല. ഓട്ടോമാറ്റിക്കായിട്ട് എത്രയായിരിക്കും? അറേയുടെ സൈസ് 5 ആയിരിക്കും. കാരണം ഇതിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നത് 5 വാല്യൂസ് വെച്ചാണ്. അറേ ഇനീഷ്യലൈസ് ചെയ്യുന്നതിന് 5 വാല്യൂസ്. അപ്പോൾ 5 വാല്യൂസ് ഒന്നാമത്തെ അറേ എലിമെൻറ്റിലേക്ക് 16, രണ്ടാമത്തെ അറേ എലിമെൻറ്റിൻ്റെ വില 12, മൂന്നാമത്തെ അറേ അംഗത്തിൻ്റെ വില 10, നാലാമത്തേതിൻ്റെ 14, അങ്ങനെ 11 അവസാനത്തെ. അപ്പോൾ 5 എണ്ണം ഉണ്ട് മൊത്തം. അപ്പോൾ 5 വിലകൾ സ്റ്റോർ ചെയ്യാൻ സൈസ് എത്രയായിരിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് കമ്പൈലർ സൈസ് 5 എന്ന് അസൈൻ ചെയ്ത് കൊടുക്കും. നം എന്ന അറേയുടെ സൈസ് 5 ആയിട്ട് എടുക്കും. ഇതാണ് അറേയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ബാക്കി അറേ എലമെൻസിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വിശദമായിട്ട് അക്കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയാം.